2016 ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ബാബു എന്ന പേരിലുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികളെ ഒന്നിപ്പിച്ച് വിദ്യാഭ്യാസം, സാമൂഹ്യ നീതി, സാമൂഹിക ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ ഒരു വർഷത്തെ പതിറ്റാണ്ട് കാലം പിന്നിടുകയാണ്. ആദ്യകാലത്ത് ശാസ്ത്ര, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളിൽ കേവലം ഗ്രൂപ്പ് ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ സൗഹൃദ കൂട്ടായ്മ പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 2018 പ്രളയകാലം മുതൽക്കാണ്. അതിൽ നിന്ന് ലഭിച്ച ഊർജവും ആത്മവിശ്വാസവുമാണ് PSI ഗവൺമെന്റ് സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ ഔദ്യോഗികമായി ഒരു സംഘടന രൂപീകരിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. സെന്റ് മേരീസ് കോളേജ്, പ്രജ്യോതി നികേതൻ കോളേജ് എന്നിവരോടൊപ്പം PSIയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇന്നത്തെ ഈ ചർച്ചയിലെ വിഷയം അഗ്രസീവ്നെസ് ഇൻ അഡോളസൻസ്. രക്ഷകർത്താക്കൾ, അധ്യാപകർ അല്ലെങ്കിൽ ടീനേജ് പ്രായം കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കോ നമ്മൾക്ക് ഓരോരുത്തർക്കും പരിചയമുള്ളതായിരിക്കും. ശോഭനമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശക്തമായ അടിത്തറപ്പാകുവാൻ വളരെ നല്ല കാലഘട്ടമാണ് ടീനേജ് പ്രായം എന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ മാത്രമല്ല അയാളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതവും കൂടി പൂർണ്ണമായും തകർത്തു കളയാൻ ശേഷിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം കൂടിയാണ് അഡോളസൻസ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു കുടുംബത്തിലും ഒരു അമ്മ എന്ന നിലയിലോ ഒരു പ്രാഥമിക കെയർടേക്കർ എന്ന നിലയിലോ സ്ത്രീകൾക്കായിരിക്കും മറ്റാരേക്കാൾ കൂടുതൽ ഈ പ്രശ്നങ്ങളെ അടുത്തു നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്ര മേഖലയിലെ വിദഗ്ധരെന്നതിലുപരിയായി സ്ത്രീകൾ എന്ന നിലയിൽ അത്തരം ജീവിതാനുഭവങ്ങളും കൂടിയുള്ള ഒരു വനിതാ പാനലാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ആൻഡ് ഓണർ ടു ഇൻട്രൊഡ്യൂസ് ഡോക്ടർ സീമ പി ഉത്തമൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ആൻഡ് സോഷ്യൽ വർക്ക്, ഇംഹാൻസ് കാലിക്കറ്റ്. ശ്രീമതി നിജി വിജയൻ, കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രി, Amala Institute of Medical Sciences. Dr. Deepa Deepak, consultant psychiatrist, Ashwini Hospital, Thrissur. And finally, our moderator, Dr. Milu Maria Ando, associate professor and at Prajyoti Niketan College, who was also instrumental in organizing this event in her capacity as PSI secretary. I truly hope this session brings us the necessary clarity, comfort, and connection we all seek to gain from these discussions. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മൈക്ക് മോഡറേറ്റർക്ക് കൈമാറുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാ ഓഡിയൻസും നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടതാണ്. പലരുടെയും മൈക്ക് ഓൺ ആണ്. ജോയിൻ ചെയ്തവരുടെ വേറൊരു റിക്വസ്റ്റും കൂടെ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഫിലിയേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ഒന്ന് നിങ്ങൾ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ ലേറ്റർ ഓൺ ഞങ്ങളുടെ പ്രോഗ്രാംസിന് കണക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ബൗമൻ സോഷ്യൽ ഇനീഷ്യേറ്റീവിൻ്റെ മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കൗമാരപ്രായക്കാരിൽ കാണുന്ന എഗ്രഷനെ പറ്റിയാണ്. എഗ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമാണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടീം ഓഫ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എൻ്റെ കൂടെ ഇന്നിവിടെ ഉണ്ട്. നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഡോക്ടർ ദീപ ദീപക്, സൈക്യാട്രിസ്റ്റ്, ഡോക്ടർ സീമ പി, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, ആൻഡ് നിജി വിജയൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. എല്ലാവരും വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നല്ല സ്പീക്കേഴ്സ് ആണ്. അവര് അഡോളസന്റ് പ്രോബ്ലംസ് ഒരുപാട് കാണുന്നവരാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ സംശയ നിവാരണങ്ങൾ നമുക്ക് ഈ ഡിസ്കഷന്റെ അവസാനമാകാം. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചാറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് പേർക്കെങ്കിലും നമുക്ക് സമയം ബന്ധിതമായിട്ട് നമുക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള അഗ്രഷനുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ അഫയേഴ്സ്, വാർ മുതൽ താഴേക്ക് നോക്കിയാൽ നമ്മളുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ചില അതിക്രമങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഇവിടെ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അഡോളസന്റ് അല്ലെങ്കിൽ കൗമാരപ്രായക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിലുള്ള അഗ്രഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ച് വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ചില കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടം ബുദ്ധിമുട്ടായിരിക്കും. മാറിയ സാഹചര്യങ്ങൾ, മാറിയ അന്തരീക്ഷങ്ങൾ പലതും നമുക്ക് അറിയാമെങ്കിലും എങ്ങനെ ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രാവർത്തികമായിട്ടുള്ള സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് ഈ ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ ദീപ, അഗ്രഷൻ എന്നുള്ളത് വളരെ
വിപുലമായിട്ടുള്ള ഒരു ടേമാണ്. ഡോക്ടർ ദീപ ഇതിനെ പറ്റിയിട്ട് എന്താണ് പൊതുവെ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നൊന്ന് വിശദീകരിക്കാമോ? ഷുവർ. തുടങ്ങുന്നതിന് മുമ്പ് മിലു മാം ഒരു ഇനീഷ്യേറ്റീവ് ട്രോമ ഇനീഷ്യേറ്റീവിന്റെ ഇന്നത്തെ വെബിനാറിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിന് very much. Thank you a lot. Thank you a lot. Current scenario where ഇപ്പോൾ aggression, violence, crime rates എല്ലാം ഇപ്പോൾ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ്. അപ്പോൾ വളരെ ലിറ്ററസി റേറ്റിൽ ഹൈ ആയിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഐ ഓപ്പണർ, അല്ലെങ്കിൽ ഒരു നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വൺ മോർ തിങ് ഐ നീഡ് ടു ടെൽ യു ഇസ്, ഇപ്പൊ ഇന്നത്തെ ഒരു ടേം ഉണ്ടല്ലോ അഗ്രഷൻ എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം. അഗ്രഷൻ മാത്രമല്ല, ബാക്കി കുട്ടികളുടെ എല്ലാ മാനസിക പ്രശ്നങ്ങളെ പറ്റി ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അനലൈസ് ചെയ്യുമ്പോൾ ആസ് എ ക്ലിനീഷ്യൻ ഹു സീസ് ചിൽഡ്രൻ വെരി ഓഫൺ ഇൻ മൈ OPD, അപ്പൊ എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം ആൻഡ് ഈ ഒരു പ്രത്യേക കാര്യം, അതായത് പലപ്പോഴും നമ്മൾ മുതിർന്നവർ അഡൾട്ട്സ് എന്നുള്ള നിലയിൽ കുട്ടികളെ നമ്മൾ മിനിയേച്ചർ അഡൾട്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ തന്നെ ഒരു കുട്ടി രൂപം, അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ അങ്ങനെ തന്നെയായിരിക്കും കുട്ടികളും ചിന്തിക്കുക. അവര് അതെല്ലാം വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണ്, പ്രീപ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരെ കുരുത്തക്കേടാണ്. ഈ ഒരു 3 ടേംസ് ആണ് യൂഷ്വലി ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ബിഹേവിയർ. വെദർ ഇറ്റ്സ് എനി പ്രോബ്ലം ബിഹേവിയർ, അതിപ്പോ അഗ്രഷൻ ആവാം അല്ലെങ്കിൽ അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് ആവാം, എന്തായാലും ആ കുട്ടിയെ യൂഷ്വലി കൺസൾട്ടേഷൻ കൊണ്ടുവരുമ്പോൾ പേരൻസ് ആയാലും അത് റെഫേർഡ് സോഴ്സസ് അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലായാലും പലപ്പോഴും പിക്ചറൈസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അത് ദേ ആർ ഡൂയിങ് ഇറ്റ് ഓൺ പർപ്പസ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് തകർക്കുക അല്ലെങ്കിൽ ഇതല്ല, കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനും അവരുടെ ഷൂസിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റണം. അതായത് നമ്മളുടെ ഈ ഒരു ഹയർ പെഡസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയി കുട്ടികളോടെ പലപ്പോഴും ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവരുടെ പ്രോബ്ലം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റൂ. But this is the biggest message that I want to convey today. Aggression അല്ല, ബാക്കി എന്ത് കുട്ടികളുടെ മാനസിക പ്രശ്നമാണെങ്കിലും we need to analyze it from the perspective of the child. This is the highlight which I want to convey. And one more thing at this point I would like to say is, നമ്മൾക്ക് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് യൂഷ്വലി സൈക്കാട്രിയിൽ we adopt a model called the biopsychosocial model. അത് നിങ്ങളൊക്കെ ഫെമിലിയർ ആയിരിക്കും. ഈ ബയോസൈക്കോസോഷ്യൽ മോഡൽ എന്ന് പറയുമ്പോൾ ഏതൊരു മാനസിക രോഗവും അനലൈസ് ചെയ്യുമ്പോൾ there are multiple factors which lead to ഈ ഒരു രോഗത്തിലേക്ക് നയിക്കുന്ന മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. അതിൽ ഒരു പ്രധാന ഘടകം ബയോളജിക്കൽ ഫാക്ടേഴ്സ്, വിച്ച് വി ആസ് ഡോക്ടേഴ്സ് വിൽ ബി ഡീലിംഗ് വിത്ത് ദ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അതിന്റെ കൂടെയുള്ള ട്രീറ്റ്മെന്റ് ടീം നമുക്കറിയാം സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, മാനസിക പ്രശ്നങ്ങൾ, സോഷ്യൽ പ്രോബ്ലംസ്. അപ്പൊ ഇതെല്ലാം കൂടി അനലൈസ് ചെയ്തിട്ട് ഒരു മോഡൽ തയ്യാറാക്കിയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനായിട്ടൊരു ട്രീറ്റ്മെന്റ് ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ ട്രീറ്റ്മെന്റ് ടീമിൽ യൂഷ്വലി ഇൻവോൾവ് ആയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ഒരു ക്ലിനീഷ്യൻ ആസ് എ ക്ലിനീഷ്യൻ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഉണ്ടാവാം, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവാം, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ, സ്കൂൾ കൗൺസിലർ, ടീച്ചേഴ്സ്, പേരൻസ് ആൻഡ് പ്രോബബ്ലി എ പിയർ ഗ്രൂപ്പ് ഓഫ് ദ ചിൽഡ്രൻ. ഇത് കൂടാതെ സമൂഹത്തിൽ സോഷ്യൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്ന പലരും, അതായത് ഇപ്പൊ പോലീസ് ഓഫീസേഴ്സ്, എക്സൈസിന്റെ ഉദ്യോഗസ്ഥർ, ഇങ്ങനെ പലരും തന്നെ, നഴ്സസ്, ഇങ്ങനെ പലരും തന്നെ ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവിൽ ഭാഗമായിരിക്കും. അപ്പൊ ഇറ്റ്സ് ടോട്ടലി എ ടീം എഫേർട്ട് ആൻഡ് നോട്ട് എ സിംഗിൾ പേഴ്സൺസ് വാട്ട് യു സേ, ഒരു മാജിക് അല്ല ഇതൊരു ടീം എഫേർട്ടിലൂടെ നമ്മൾ സാധ്യമാക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് വൺ മോർ പോയിന്റ്, ഞാൻ എപ്പോഴും കുട്ടികളുടെ മാനസിക പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും ചിന്തിക്കുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ, എന്റെ ചൈൽഡ് സൈക്കാട്രി പ്രൊഫസർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ചൈൽഡ് ഈസ് എ ബയോപ്സി ഓഫ് ദ ഫാമിലി. അതായത് ഒരു ഫാമിലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രോസ് സെക്ഷനലിയോ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെയും ജനറ്റിക് ആയാലും സോഷ്യൽ ഇൻഫ്ലുവൻസസ് ആയാലും അവരുടെ സൈക്കോളജിക്കൽ പ്രോസസ്സസ് ആയാലും ഇതിന്റെ എല്ലാം തന്നെ ഒരു ബയോപ്സിയാണ് ഒരു ചൈൽഡ്. ഒരു ചൈൽഡിനെ അനലൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഫാമിലിയിൽ നിന്നും വേറിട്ടാവുന്നത് അലോങ് വിത്ത് ദ ഫാമിലി ആവും. ഈ അഗ്രഷൻ എന്നുള്ളത് ഇപ്പൊ നമുക്ക് വളരെ സോഷ്യൽ റെലവൻസ് ഉള്ള ഒരു വിഷയമാണല്ലോ. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അഗ്രഷൻ, അതിക്രൂരമായിട്ടുള്ള റാഗിങ്, മേർഡേഴ്സും, അഗ്രഷൻ പലപ്പോഴും ക്ലാസ് ബുള്ളിങ് തന്നെ, ക്ലാസ് 10ൽ ഒരു സ്റ്റുഡന്റിന്റെ മേർഡറിൽ കലാശിക്കും, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. വൺ മോർ തിങ് ഇസ് ലൈക്ക്, ഈ ഇടയ്ക്ക് ഒരു വീഡിയോ വളരെ വൈറലായിട്ട് വന്നായിരുന്നു. ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചർ അവനെ റെസ്ട്രിക്ട് ചെയ്തപ്പോൾ അവൻ ഭയങ്കരമായിട്ട് അഗ്രഷൻ കാണിക്കുകയും ഈവൻ പ്രിൻസിപ്പലോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ വീഡിയോ വൈറലായി കുട്ടിയെ നമ്മൾ ഇൻക്രിമിനേറ്റ് ചെയ്തു ആസ് എ പ്രോബ്ലം ചൈൽഡ് ഓർ
a person who has an issue. പക്ഷെ അതില് മനസ്സിലാവാതെ പോയൊരു കാര്യം, ചൈൽഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവന് ഒരുപാട് ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് വരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അവനെ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിർത്തി എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ നാച്ചുറലി അവൻ എഗ്രഷൻ ആയിട്ടാണ് അവന് പുറത്തേക്ക് വിളിച്ചത്. പ്രോബബ്ലി അവനെ മാറ്റിയിരുത്തി എന്താ മോനെ നിനക്ക് പ്രശ്നം എന്ന് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു അഗ്രഷനിലേക്ക് അവൻ ചെന്നെത്തുമെന്ന് ചോദിച്ചാൽ ഐ ഹാവ് സീരിയസ്ലി മൈ ഡൗട്ട്സ്. ബിക്കോസ് പലപ്പോഴും വളരെയധികം ഗുണ്ടകളാണെന്നോ തഗ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന കുട്ടികൾ when they sit in our clinic OPD and നമ്മൾ അവരെ ഒറ്റയ്ക്ക് എത്തി ചോദിക്കുക എന്താ പ്രോബ്ലം, പലരും പൊട്ടിക്കരയുകയും അവരെ വിഷമങ്ങൾ പറയുകയും ചെയ്യുകയാണ് സാധാരണ. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേണം എഗ്രഷനെ അഡ്രസ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഇനിയിപ്പോ എഗ്രഷന്റെ ഒരു രോഗം ആണെന്ന് നമ്മൾ വിചാരിക്കട്ടെ. അത് രോഗമാണെങ്കിൽ അത് തടയുന്നതല്ല ഏറ്റവും നല്ലത്. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പൊ അത് തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താ, നമ്മുടെ ഇതിനെ പറ്റിയുള്ള അവബോധം അല്ലെങ്കിൽ അവയർനെസ് പബ്ലിക്കിലും നമ്മുടെ കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇടയിലും ഒക്കെ കൂട്ടണം. അല്ലെങ്കിൽ ആ അവയർനെസ് കൂട്ടുക എന്നുള്ളൊരു വെഞ്ചർ തന്നെയാണ് ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആസ് എ ഡോക്ടർ ഇതിന്റെ മെഡിക്കൽ സയൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ബിഹേവിയറൽ ന്യൂറോ സയൻസിന്റെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കുമ്പോൾ എഗ്രഷന്റെ ഉത്ഭവം ബ്രെയിനിൽ നിന്നാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് എഗ്രഷൻ എന്ന് പറയാം. ബ്രെയിൻ ആസ് എ സൂപ്പർ കമ്പ്യൂട്ടർ ദാറ്റ് കൺട്രോൾസ് അവർ ഹോൾ ബോഡി, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള അമിഗ്ഡല എന്ന് പറയുന്ന സെന്റർ ആണ് ഈ പറഞ്ഞ എഗ്രഷൻ അതിന്റെ ഇമ്പൾസിന്റെ ട്രിഗർ സെന്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് കൂടാതെ എഗ്രഷൻ റിലേറ്റഡ് മെമ്മറീസ് സ്റ്റോർ ചെയ്യുന്ന ഹിപ്പോകാമ്പസ്, പിന്നെ നമ്മളുടെ അറ്റാക്ക് സെന്റർ എന്ന് വിളിക്കുന്ന ഹൈപ്പോതലാമസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു ന്യൂറോണൽ എഗ്രഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ആണ് എഗ്രഷന്റെ ട്രിഗർ സെന്റർ. അപ്പൊ ഇത് നമ്മുടെ ബോട്ടം അപ്പ് ഡ്രൈവ് സെന്റർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അത് ബ്രെയിനിന്റെ താഴ്ഭാഗങ്ങൾ, അതായത് നോട്ട് ദ അപ്പർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ലോവർ പാർട്ട് അല്ലെങ്കിൽ മിഡ് ബ്രെയിനിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഡ്രൈവിംഗ് അപ്പ് സെന്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഒരു ഡ്രൈവിംഗ് അപ്പ് സെന്റർ ഉണ്ടെങ്കിൽ ഒരു ബ്രേക്കും വേണമല്ലോ, എന്നാലല്ലേ ഏതൊരു സിസ്റ്റവും ഫങ്ഷണൽ ഹോമിയോസ്റ്റാസിസിൽ എത്തുള്ളൂ. അപ്പൊ ഈ ബ്രേക്സ് ഏതാണ് നോക്കുമ്പോൾ സെറിബ്രൽ കോർട്ടെക്സ്. അപ്പൊ നിങ്ങൾക്കറിയാം സെറിബ്രൽ കോർട്ടെക്സിന്റെ ഭാഗമായിട്ടുള്ള ഫ്രോണ്ടൽ ലോബിലാണ് ഈ ഇൻഹിബിഷൻ, അല്ലെങ്കിൽ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ സിറ്റുവേഷനിൽ നമ്മൾ ഇതല്ല ചെയ്യേണ്ടത് എന്നുള്ള മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യുന്ന ഭാഗം യൂഷ്വലി സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ടോപ്പ് ഡൗൺ ബ്രേക്സ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ടോപ്പ് ഡൗൺ ബ്രേക്സും ബോട്ടം അപ്പ് ട്രിഗർ സെന്റേഴ്സും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥ, അത് തമ്മിലുള്ള ഒരു മിസ് മാച്ച് ആണ് യൂഷ്വലി എഗ്രഷനിൽ എത്തിക്കുന്നത്. എഗ്രഷന്റെ ഇമ്പൾസ് ബ്രെയിനിൽ നിന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണ് മില്യൺസ് ഓഫ് ന്യൂറോൺസിലേക്ക് സ്പ്രെഡ് ആവുന്നത്. യു ഓൾ വെരി വെൽ നോ, മിക്ക മാനസിക രോഗങ്ങളുടെയും ബേസിസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അളവുകളിലുള്ള വ്യതിയാനങ്ങളാണ്. അപ്പൊ ഡോപ്പമൈൻ, സെറട്ടോണിൻ അല്ലെങ്കിൽ ഗാബ എന്നൊക്കെ വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ലെവൽസ് ഹൈയും ലോവും ആവുന്നതനുസരിച്ചിട്ടാണ് ഈ കെമിക്കൽ മെസ്സേജസ് ബ്രെയിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും എഗ്രഷൻ ഒരു വൊളീഷൻ അല്ലെങ്കിൽ എഗ്രഷൻ ഒരു ആക്ട് ആയിട്ട് കൺവേർട്ട് ആയിട്ട് മാറുന്നു. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഈ ബേസിക് മെഡിക്കൽ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം. കാര്യകാരണങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അലേർട്ട് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കണമല്ലോ നമുക്ക് ഇന്ന സിറ്റുവേഷനിൽ അഗ്രഷൻ വരാം. അപ്പൊ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിലൊരു പെർട്ടിക്കുലർ ഭാഗമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ജനറ്റിക് ഫാക്ടേഴ്സ്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം പല ഫാമിലീസിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ബഹളക്കാരനാണ്, കുട്ടിയും അത് തന്നെയാണ്, അതേ സ്വഭാവം തന്നെ. അപ്പൊ ദിസ് ഇസ് പ്രോബബ്ലി എ ജനറ്റിക് കോൺട്രിബ്യൂഷൻ. അപ്പൊ ദർ ആർ സർട്ടൻ ജീൻസ് ദാറ്റ് കൺട്രോൾ എഗ്രഷൻ. അപ്പൊ അതിന്റെ ആക്ടിവിറ്റി ആയിരിക്കാം ഈ ഒരു ഫാക്ടർ കണക്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ്, എസ്പെഷ്യലി അഡോളസൻസിന്റെ കാര്യത്തിൽ പ്യൂബർട്ടിയിൽ ഉണ്ടാവാവുന്ന ഹോർമോണൽ ചേഞ്ചസ് ദാറ്റ് ക്യാൻ, എസ്പെഷ്യലി മെയിൽസിലെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് കൂടുന്നതും ഫീമെയിൽസിലെ മെനാർക്കി അറ്റൈൻ ചെയ്യുന്നതും, ഇതൊക്കെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് വളരെയധികം കൂടുതലുള്ള ഒരു പീരിയഡാണ്. ഇത് കൂടാതെ സർട്ടൻ ഹോർമോൺസിന്റെ ലെവൽസിലുള്ള വേരിയേഷൻ ലൈക്ക് തൈറോയ്ഡ് ഹോർമോൺ, കോർട്ടിസോൾ, ഈ കോർട്ടിസോൾ ലെവൽസ് ക്രോണിക്കലി ലോ ആയിട്ടിരിക്കുന്നത് ഒരു ക്രോണിക് എഗ്രഷന്റെ പ്രധാന ഫാക്ടർ. അപ്പൊ കോർട്ടിസോൾ ക്രോണിക്കലി ചേഞ്ച് ആവുന്ന യൂഷ്വലി സ്ട്രെസ്സിലാണ്. അപ്പൊ സ്ട്രെസ് ക്യാൻ ലീഡ് ടു ക്രോണിക് സ്ട്രെസ്, ദെൻ യു ക്യാൻ ഹാവ് എഗ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് കൂടാതെ ബ്രെയിൻ ഇഞ്ചുറി, വെരി വെൽ യു നോ ദാറ്റ് ഫിനിയസ് കേജ് എന്നൊരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറിയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ അഗ്രഷനെ പഠിച്ചു തുടങ്ങിയത്. അദ്ദേഹം ഒരു റെയിൽ വർക്കർ ആയിരുന്നു. അപ്പൊ വൈൽ ഡൂയിങ് ഹിസ് വർക്ക് അയാളുടെ തലയിൽ ഒരു വലിയൊരു ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് കുത്തി കയറി ഫ്രോണ്ടൽ ലോബ് ഇഞ്ചുറി വന്നപ്പോൾ ഹി ബിക്കേം ഇമ്പൾസീവ്ലി അഗ്രസീവ്. ഇമ്പൾസീവ് അഗ്രഷന്റെ കേന്ദ്രം
ഫ്രോണ്ടൽ ലോബാണ്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്രം ഫ്രോണ്ടൽ ലോബാണ്. അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ സൈക്കാട്രിയിൽ കണ്ടുപിടിച്ചത്. ബ്രെയിൻ ഇഞ്ചുറി ഏത് ഭാഗത്ത് തന്നെ ആയിക്കോട്ടെ അത് എഗ്രഷൻ ഒരു കാരണമായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഹെഡ് ഇഞ്ചുറി, സിക്വലി അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ അവരുടെ പേഴ്സണാലിറ്റി തന്നെ മാറി അവർ ഭയങ്കര അഗ്രസീവ് ആയിട്ട് മാറും. ഇത് കൂടാതെ അതർ ന്യൂറോളജിക്കൽ ഡിസീസസ് ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല, ബട്ട് മെനി അതർ ന്യൂറോളജിക്കൽ ഡിസീസസ്, എപ്പിലെപ്സി, സീഷർ ഡിസോർഡർ അല്ലെങ്കിൽ അപസ്മാരം നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നു, ഇത്തരം ടെൻഡൻസിയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ അഗ്രഷൻ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പാരിസ്ഥിതിക കാര്യങ്ങൾ അല്ലെങ്കിൽ എൻവയറമെന്റൽ കാര്യങ്ങളെ പറ്റി എലാബറേറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ഡോക്ടർ നിജിയും ഡോക്ടർ സീമ ആയിരിക്കും. ബട്ട് ദെൻ ജസ്റ്റ് ബ്രീഫ്ലി ടു സേ, ഈ ഒരു സാഹചര്യത്തിൽ നോർമലൈസേഷൻ ഓഫ് അഗ്രഷൻ, അതായത് ഈ പറഞ്ഞ പ്രവർത്തികളൊക്കെ നോർമലാണ്, ഇറ്റ്സ് ആക്സെപ്റ്റബിൾ എന്നുള്ള ഒരു സോഷ്യൽ കോൺസെപ്റ്റ് ഈ അഗ്രഷൻ വളരെയധികം പ്രോപ്പഗേറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നു. ഇത് കൂടാതെ ഫാസ്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു ചെടി നട്ട് അത് വളരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫാമറിന്റെ മാനസികാവസ്ഥ നമുക്കറിയാം. അത് ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അപ്പൊ ഫാസ്റ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാര്യത്തിന് ഇപ്പൊ തന്നെ നമുക്ക് റിസൾട്ട്സ് കിട്ടണം. അത് ഇപ്പൊ എനിക്ക് പഠിച്ചു വെച്ചാൽ ഇന്ന് തന്നെ എനിക്കൊരു ബൈക്ക് മേടിച്ചെടുക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും അടുക്കുകയോ ഉപദ്രവിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കുറെ എൻവയറമെന്റൽ ഫാക്ടേഴ്സും ഇതിലേക്ക് നയിക്കും. കൂടാതെ തന്നെ അഡോളസെൻസ് ഹൈ റിസ്ക് ബിഹേവിയറിന്റെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. നമുക്കറിയാം ബ്രെയിൻ മെച്യൂറേഷനിൽ മോട്ടാർ സിസ്റ്റംസ് മെച്യൂർ ആവും, പക്ഷെ ഇമോഷണൽ പാത്വേസ് ഓഫ് ദ ബ്രെയിൻ മെച്യൂർ ആവുന്നത് ഓൾമോസ്റ്റ് 20-25 ഇയേഴ്സിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഈ അഡോളസെൻസ് ഒരു വലിയ ബെൻസ് കാർ ഓടിക്കാറിയാത്ത ആളുടെ കയ്യിൽ കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയാണ്. ബേസിക്കലി ദേ ഹാവ് ഫുള്ളി കൺട്രോൾഡ് മോട്ടോർ സിസ്റ്റം, ഹോർമോൺസ് എല്ലാം ആക്റ്റീവ് ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഇമോഷണൽ റെഗുലേഷൻ പ്രോപ്പർ അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈ റിസ്ക് ബിഹേവിയർ സ്റ്റേജ് അഡോളസെൻസിൽ ഉണ്ടാവുന്നത് കൊണ്ടും ഈ പ്രശ്നം ഉണ്ടാവാം. ഇനി ബേസിക്കലി മാനസിക രോഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 50% ഓഫ് ദ മെന്റൽ ഇൽനെസസ് ദേ സ്റ്റാർട്ട് ഇൻ അഡോളസെൻസ്, അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പല മാനസിക രോഗങ്ങളും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് ഡയഗ്നോസിസ്, അത് ഈ ക്യാച്ച് ദം യങ്, നേരത്തെ തന്നെ ഈ രോഗങ്ങളുടെ നാമ്പുകളാവാം ഈ അഗ്രഷനായിട്ട് പ്രകടമാവുന്നത്. അതിനെ നമ്മൾ ഇന്റേണലൈസിങ് ആൻഡ് എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് പതിവ്. അപ്പൊ ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി നമുക്കറിയാം ചില വിഷാദം, ഉത്കണ്ഠ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെയാണ് ഇന്റേണലൈസിങ് ഡിസോർഡേഴ്സ് വരിക. If I'm exceeding my time, please do interrupt me. That's fine. Will you, ma'am? ഓക്കെ ഡോക്ടർ ദീപ, നമുക്ക് തിരിച്ചു വരാം. അതിനകത്ത് പോയിന്റ്സ് ഇനിയുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ run Windows on your Mac? Parallels Desktop makes it simple to integrate Windows apps into your macOS workflow. ഹലോ, അടുത്ത സ്പീക്കറിലേക്ക് പോവാണ് നമ്മൾ. ഡോക്ടർ സീമ, ഇപ്പം ഡോക്ടർ ദീപ വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഒരു ബയോളജിക്കൽ ആസ്പെക്ട് എന്താന്നുള്ളത്. അതായത് ശാരീരികമായ കാരണങ്ങൾ, ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ. ഒപ്പം തന്നെ പറഞ്ഞു നമ്മൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഉള്ള കാര്യങ്ങൾ, മാതാപിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ചില പെരുമാറ്റങ്ങളും ചിലപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ അഗ്രഷൻ ശരിക്കും ഒരു ക്ലിനീഷ്യൻ എന്നുള്ള രീതിയിലും ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ പെർസീവ് ചെയ്യുകയാണെങ്കിൽ അഗ്രഷൻ ശരിക്കും കൗമാരക്കാരുടെ ഇടയിൽ നമ്മളുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഇത് എങ്ങനെയാണ് സാധാരണക്കാർ ഈ അഗ്രഷന്റെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ അഗ്രഷനും വയലൻസ് അല്ല, പലപ്പോഴും പാസീവ് ആയിട്ടുള്ള അഗ്രഷനുകളുണ്ട്, സ്വയമേവ കാണിക്കുന്ന അഗ്രഷനുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാം ഡോക്ടർ സീമ? ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ ഈ ഭൗമം പ്ലാറ്റ്ഫോമിന്റെ ഓർഗനൈസേഴ്സിന്, ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സിനൊക്കെ ബിഗ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇപ്പോൾ നമ്മളിപ്പോൾ അഗ്രഷൻ എന്ന് പറയുന്നത് പുതുതായിട്ട് വന്നൊരു സംഭവമൊന്നുമല്ല, പണ്ട് കാലം മുതലേ അഗ്രഷൻ ഉണ്ട്. അപ്പോൾ ശരിക്കും കൗമാരക്കാരിലെ അഗ്രഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കൗമാരം എന്ന് പറയുന്നത് തന്നെ ഒത്തിരി മാറ്റങ്ങളുടെ ഒരു സമയമാണ് അല്ലെ. ഒരുപാട് തരത്തിലുള്ള ശാരീരികവും മാനസികവും ഉള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കൗമാരകാലത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്താ പറയാ, നമ്മൾക്കൊരു ഹീറോയിസം, ഒരു ഹീറോ പരിവേഷത്തിന് വേണ്ടി ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കാട്ടിക്കൂട്ടാനുള്ള ഒരു ത്വര ഉണ്ടാവാം. അതോറിറ്റി ഫിഗേഴ്സിനെ എതിർക്കാൻ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രായമാണ്. അപ്പോൾ കൂട്ടുകാരാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രായമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് തന്നെ കൗമാരം മറ്റ് കുട്ടികളുടെ വളർച്ച ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു പ്രശ്നമുള്ളൊരു കാലഘട്ടം തന്നെയാണ്. അപ്പൊ അഗ്രഷൻ ഇപ്പൊ എങ്ങനെയാണ് കൂടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിൽ എങ്ങനെയാ കാണണതെന്ന് വെച്ചാൽ,
പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് മേ ബി ഒരു 10 വർഷം മുമ്പുള്ളതിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ശരിക്കും ഒ പിയിൽ വരുന്ന അഗ്രഷൻ എന്ന് പറഞ്ഞു വരുന്ന ഒരു നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ അഡോളസൻസ് ഇത്തിരി കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ കൂടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഗവേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 17 to 66% ഇൻക്രീസ് ഇൻ അഡോളസന്റ് അഗ്രഷൻ എന്ന് പറയുന്ന സ്റ്റഡീസ് നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഈ അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥ എന്നുള്ളതിനേക്കാൾ നമ്മളുടെ ഒരു എല്ലാവരുടെയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് ദേഷ്യം എന്ന് പറയുന്നത്, അല്ലെ? ആങ്കർ ആസ് എൻ ഇമോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ദേഷ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് സത്യത്തിൽ അഗ്രഷൻ. പക്ഷെ അഗ്രഷൻ ഇല്ലാതെയും ദേഷ്യം കാണിക്കാനായിട്ട് പറ്റും. എന്നിരുന്നാലും പലപ്പോഴും അതിന്റെ റൂട്ട് കോസ് ഒരാള് അക്രമാസക്തനാകുന്നതിന്റെ പുറകിൽ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അമിതമായ ഒരു സങ്കടമോ ചിലപ്പോൾ സമ്മർദ്ദമോ ഒക്കെ ഉണ്ടാവാം. പെട്ടെന്ന് ഒരാൾ അങ്ങനെ അഗ്രസീവായിട്ട് പെരുമാറുകയല്ല പലപ്പോഴും ചെയ്യുന്നുണ്ടാവാം. അപ്പോ ഈ അഗ്രഷൻ കൂടുതലായിട്ട് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ എല്ലാവരുടെയും അവയർനെസ്, മെന്റൽ ഹെൽത്ത് അവയർനെസ് എല്ലാവരുടെയും ഒരു പരിധി വരെ നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച്. എല്ലാ കാര്യങ്ങളിലും സ്റ്റിഗ്മ ഇല്ല എന്നൊന്നുമല്ല, സ്റ്റിഗ്മ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും കുട്ടികളുടെ മാനസികാരോഗ്യം വരുമ്പോൾ, കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ രക്ഷിതാക്കളും അധ്യാപകരും പലപ്പോഴും അതിനെ പറ്റിയിട്ട് കൺസേൺഡ് ആണ്. എന്താണ് എന്റെ കുട്ടി ഇങ്ങനെ, അവന്റെ ആ പെരുമാറ്റത്തിൽ എന്താണ്, ചിലപ്പോൾ ഹൈപ്പർ വിജിലന്റ് എന്നും നമ്മൾ പറയേണ്ടി വരും, അല്ലെ? സാധാരണ നമുക്കുണ്ടാകുന്ന ഒരു ഉത്കണ്ഠയേക്കാൾ ഒരുപടി കൂടുതൽ ഉത്കണ്ഠാകുലരാണ് പല രക്ഷിതാക്കളും എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ അവര് കുട്ടികളായിട്ട് ചികിത്സകരെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പണ്ടത്തെ അപേക്ഷിച്ച് എല്ലാവർക്കും അവരുടെ വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അതിപ്പോ വയലൻസിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിലും, ഹെൽപ്പ് സീക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണെങ്കിലും, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു അഗ്രഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോ കുട്ടികളുടെ ഇടയിൽ പണ്ടും അഗ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ പണ്ട് ഇന്നത്തെ അത്രയും ഫ്ലോറിഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പേപ്പർ വായിക്കുന്നില്ല എന്ന് വിചാരിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുന്നില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ലോകത്ത് നടക്കുന്ന ഒരു കാര്യവും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിലും എത്ര പേര് ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ന്യൂസിന് വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്ന രീതിയിലും ചിലപ്പോൾ അഗ്രഷൻ ഒരു കാരണമാവാം. എന്ന് വെച്ചാൽ വയലൻസ് അത്ര കണ്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആസ് എ ബിഹേവിയർ. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്കൊരു പ്രശ്നമുള്ളത് എന്താ, ദേ ടെൻ ടു ലേൺ ഫ്രം അതേഴ്സ്, അല്ലെ? കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ മറ്റുള്ളവരെ കണ്ടിട്ടും അനുകരിച്ചിട്ടും ഒക്കെയാണ് അവരുടെ പല പെരുമാറ്റങ്ങളും ഉണ്ടാവും. സോ ദേ ടെൻ ടു ഇമിറ്റേറ്റ് ദ ബിഹേവിയേഴ്സ് ഓഫ് അതേഴ്സ് എന്ന് പറയും. ഒരു ഗ്രൂപ്പ് അഡോളസൻസ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടാൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ ധാരാളം ആളുകൾ ഉണ്ടാവും. എല്ലാവരും കൂടി ഒരു കുട്ടിയെ റാഗ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ചിലരതിനെ മനസ്സിലാക്കി അങ്ങനെ ചെയ്യരുത് എന്ന് അറിയുമ്പോഴും ഭൂരിഭാഗം പേരും അതൊരു കൊള്ളാലോ, അപ്പൊ നമുക്കും വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറാം എന്നുള്ളൊരു തരത്തിലേക്കാണ്. ആ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളില്ലേ, അതിന്റെ ഭാഗമായിട്ടും പലപ്പോഴും കുട്ടികൾ അഗ്രഷൻ കാണിക്കാറുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ് പലപ്പോഴും അഗ്രഷൻ വരിക. ഇനി നേരത്തെ ദീപ മാം പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെ? ഫാമിലിയിൽ ഇൻഫ്ലുവൻസ് പറഞ്ഞു. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികളുടെ ഇടയിൽ ഇത്ര കണ്ട് അക്രമാസക്ത പ്രവർത്തനങ്ങൾ കൂടുന്നത്? അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറയുന്ന അസ്ഥിരമായ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും പ്രശ്നമാണ്. ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയും. പണ്ടത്തെ പോലെയല്ല, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ്. പണ്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരുന്നു കുട്ടികളെ അവരുടെ നീഡ്സ് നോക്കാനും അവർക്ക് അറ്റൻഷൻ കൊടുക്കാനും ഒക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ലോകമാണ്. പേരൻസ് ആണെങ്കിലും ബോത്ത് പേരൻസ് ആർ വർക്കിംഗ്, രണ്ട് രക്ഷിതാക്കളും ജോലി എടുത്തിട്ട് തന്നെ ഏൺ ചെയ്യുന്ന ആളുകളാണ് പല കുടുംബങ്ങളിലും. പിന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത് പലപ്പോഴും രക്ഷിതാക്കളുടെ ഇടയിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. ഇപ്പോൾ നല്ല പോലെ ദേഷ്യം പിടിച്ചിട്ട് പാരന്റ്സ് തമ്മിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ, ചെറിയ കുട്ടികളാവുമ്പോൾ പാരന്റ്സിന്റെ വിചാരം ഒരു പക്ഷേ ഈ കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ ചെറിയതല്ലേ. പക്ഷെ ഏറ്റവും ചെറിയ പ്രായത്തിൽ മുതലും ആ ഒരു അഗ്രഷൻ അവർ മോഡൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നുകയും അതിനെ മറികടക്കാൻ വേണ്ടി അവർ അഗ്രസീവ് ബിഹേവിയേഴ്സ് കാണിക്കുകയും ചെയ്തേക്കാം. ദേഷ്യം വന്നിട്ട് ഒരു രക്ഷിതാവ് ഒരു സാധനം വലിച്ചെറിയുന്നു എന്ന് വിചാരിക്കുക, സാധാരണ കാണുന്നതാണല്ലേ. നമ്മൾ ഒച്ചകൂട്ടി സംസാരിക്കും, അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയും. അതൊക്കെ നമ്മളുടെ ഒരു ദേഷ്യത്തിന്റെ ഒരു പ്രകടനമാണ്. വാതിൽ ആഞ്ഞടിക്കുക, വലിച്ച് അടയ്ക്കുക, അതൊക്കെ സാധാരണ എല്ലാ വീടുകളിലും ചില സമയത്തെങ്കിലും നടക്കുന്ന ചില പെരുമാറ്റങ്ങളാണ്, ചില ശീലങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ബിഹേവിയേഴ്സിനെ കോപ്പി ചെയ്യുന്ന കുറച്ച് ആളുകൾ വീട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്.
പിന്നെ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിൽ നമ്മൾ വീണ്ടും പറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ പ്രതീക്ഷകൾ, നമ്മൾ കുട്ടികളുടെ മുകളിൽ വെക്കുന്ന പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട്, അവരെ പറ്റിയിട്ട് പലപ്പോഴും അവരുടെ കഴിവുകൾക്ക് മുകളിലാണ് നമ്മൾക്ക് രക്ഷിതാക്കൾക്ക് അധ്യാപകർക്കൊക്കെ അവരെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ. അപ്പൊ അങ്ങനെ അമിതമായ പ്രതീക്ഷാ ഭാരം വന്നാലും കുട്ടികൾക്ക് വൈകാരികമായിട്ട് അത് അസ്വസ്ഥത ഉണ്ടാക്കുകയും ഒരു പക്ഷേ അത് അഗ്രസീവ് ബിഹേവിയേഴ്സിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നേരത്തെ പറയാൻ വിട്ടുപോയതെന്ന് എനിക്ക് തോന്നുന്നത് അബ്യൂസ് അല്ലെങ്കിൽ നെഗ്ലക്റ്റിന് വിധേയരാകുന്ന കുട്ടികൾ. മാം നേരത്തെ സൈക്കാട്രിക് കണ്ടീഷൻസ് പറഞ്ഞു, ഒരുപക്ഷെ അതിനകത്ത് വിട്ടുപോയതായിരിക്കും. അബ്യൂസും നെഗ്ലക്റ്റും അനുഭവിക്കുന്ന കുട്ടികളും ലോകത്തോട് മുഴുവൻ വെറുപ്പുള്ളവരായിട്ട് ഒരുപക്ഷെ ഈ ലോകമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ ഏർപ്പെടുന്ന സംഭവങ്ങളും ക്ലിനിക്കലി കാണാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും വെച്ചിട്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ ബാക്കി കാര്യങ്ങൾ പറയാം. താങ്ക് യു ഡോക്ടർ സീമ. നമ്മളെ ഈ അടുത്തിടെ നമ്മളെല്ലാവരെയും എനിക്ക് തോന്നുന്നു ഭാഷാഭേദമന്യേ എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു സീരീസ് ഉണ്ടായിരുന്നു, അഡോളസൻസ് എന്ന് പറഞ്ഞിട്ട്. 13 വയസ്സുകാരനായ ജെയ്മി എന്ന് പറയുന്ന ഒരു കുട്ടി സാധാരണ ഒരു ഫാമിലിയിൽ, അതായത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട്, പോലീസ് ഇടിച്ചു കയറി വരുന്നു, ഒരു സാധാരണ ഒരു വീട്ടിലെ ഒരു കുട്ടിയെ അവൻ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവൻ 13 വയസ്സായ ഈ കുട്ടി ചില സമ്മർദ്ദങ്ങളുടെ പുറത്ത് സ്വന്തം ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ കൊലപാതകം ചെയ്യാണ്. CCTV ക്യാമറയിൽ നിന്ന് അത് തെളിയുകയും പിന്നീട് അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. റീസെന്റ് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്, അതായത് ജൊനാഥൻ ഹെയ്ഡിന്റെ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാറിയ സാഹചര്യങ്ങളും അതുപോലെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, ഇതിൻ്റെയൊക്കെ അതിപ്രസരങ്ങൾ കുട്ടികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ബ്രെയിനിലെ പുതിയ റീവയറിങ് നടക്കുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു 10, 15, 20 വർഷം മുൻപ് നടന്നിരുന്ന പോലത്തെ ചിന്താഗതികളോ പെർസെപ്ഷനോ ഒന്നുമല്ല. ശരികളും തെറ്റുകളും മനസ്സിലാക്കലുകളും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നിജി, എൻ്റെ ചോദ്യം ഇതാണ്, അതായത് മാറിയ ജീവിത ശൈലികൾ, പുതിയ കടന്നുകയറ്റങ്ങളൊക്കെ ഈ അഗ്രഷൻ അല്ലെങ്കിൽ വയലൻസ് അതിന്റെ എക്സ്പ്രഷനിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങൾ എന്തൊക്കെയാണ്? Okay, ma'am. First to the esteemed team of with Dr. Deepa Deepak, Dr. Seema Putaman, and Dr. Milu Maria, my beloved teacher itself. Okay, അപ്പോ ഞാൻ ഈ ടോപ്പിക്ക് നല്ലൊരു ഫോക്കസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എങ്ങനെ അഗ്രഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഒരിക്കലും പ്രിജുഡീസ്ഡ് ആവരുത്. അതായത് ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകണം എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടല്ല ഞാൻ ഈ എന്റെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഫാക്ട്സ് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ സംഭവ സൈക്കോളജിക്കലിയും നമ്മൾ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കൊരു എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് കൺവേർട്ട് ചെയ്ത സമയം മുതൽ, ആ ഒരു കാലഘട്ടം മുതൽ നമ്മളുടെ പല ഇമോഷണാലിറ്റിയും അതേപോലെ തന്നെ ബിഹേവിയറൽ റിപ്പർട്ടോയറും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പ്രോബ്ലംസ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ പണ്ട് കാലത്ത് അത് പ്രോബ്ലംസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ പ്രോബ്ലംസ് ആയിരുന്നുണ്ടാവില്ല. അതായത് പണ്ട് കാലത്ത് അത് ദേഷ്യപ്പെടേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് അന്നത്തെ ഒരു ജനറേഷന് തോന്നാത്ത പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയിൽ നമുക്ക് ദേഷ്യപ്പെടേണ്ട കാര്യങ്ങളായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കൂട്ടുകുടുംബത്തിലൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫേസിൽ കൂടെ കടന്നു പോയൊരു തലമുറ ഒരു പക്ഷെ ആവശ്യത്തിന് പ്രയോറിറ്റി അനുസരിച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം പോലും കിട്ടാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവും. അതേപോലെ ഈ പറയുന്ന ഇപ്പൊ ഞാൻ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്റെ അമ്മ എന്റെ ഫാമിലിയില് 8ാമത്തെ മകളാണ്. അപ്പൊ അമ്മ പലപ്പോഴും ഞങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മമ്മയുടെ അതായത് ഗ്രാൻഡ് മദറിന്റെ മൂത്ത മകള്
പ്രസവിച്ച് കിടക്കുമ്പോ ആ ചേച്ചിയുടെ മകളെ കെയർ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ പേരക്കുട്ടീനെ നോക്കുന്ന ഒരു സമയത്ത് ഏറ്റവും താഴെയുള്ള മകൾക്ക് ഒരു പാരന്റ്ഹുഡിൽ നിന്ന് കിട്ടാവുന്ന അറ്റൻഷൻ എന്താന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അന്ന് ഒരുപാട് ഇങ്ങനെ ടോളറേറ്റ് ചെയ്യേണ്ട സ്ട്രെസ്സേഴ്സ് ഒരു പക്ഷേ നമ്മൾ ഒരു തിരിച്ചറിവുള്ള കാലഘട്ടം തൊട്ട് ഫേസ് ചെയ്ത് വരുമ്പോ നമ്മൾ പഴയ ആളുകൾ പറയുന്ന ഒരു കോട്ടിങ് ഇല്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് ഫ്രസ്ട്രേഷൻസ് കുറവായിരുന്നുണ്ടാവും. കാരണം ഏർലി ട്രെയിനിങ് ആണ് ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും ഒരു കോപ്പിംഗ് സ്കിൽസിനെ ടാക്സ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ അവർ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ക്രൈസിസുകൾ വരുമ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലെത്താൻ അവർക്ക് എളുപ്പമായിരുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കി വെക്കും. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോ നമുക്ക് കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും പ്രശ്നങ്ങളായിട്ടും ഫ്രസ്ട്രേഷൻ ആയിട്ടും തോന്നുകയാണ്. ഇപ്പൊ ഡോക്ടർ ദീപ, സീമ മേഡം ഒക്കെ പറഞ്ഞ പോലെ ഒരു കാര്യം ഇപ്പൊ സാധിച്ചു തന്നില്ലെങ്കിൽ അത് ഒരു പ്രോബ്ലമാണ്. അതായത് ഇന്ന് കിട്ടേണ്ട ഒരു കാര്യം, ഇന്ന് അവര് കിട്ടണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഇന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് ഒരു പ്രോബ്ലമാണ്. ദേ ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ പ്രോബ്ലം. അപ്പൊ അവിടെ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണോ? അതെ നിജി, അതെ അതെ. ആ, ആരുടെ അപ്പൊ അവര് ഡിസ്റ്റർബൻസ് ഉണ്ട്? മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഓൾഡ് ജനറേഷനിലും ന്യൂ ജനറേഷനിലും ഉള്ളത് തന്നെയല്ലേ മാഡം? ഈ മൈൻഡ് സെറ്റ് അല്ലേ എല്ലാറ്റിലും ബേസ്? അതെ, ആ മൈൻഡ് സെറ്റ് ഈസ് അഗെയിൻ ഗോയിങ് ത്രൂ എ പ്രോസസ് ഓഫ് എവല്യൂഷൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഒരിക്കലും ഒരു സെഞ്ചുറീസ് ബാക്കുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന്റെ മൈൻഡ് സെറ്റ് അല്ല നമ്മുടെ കുട്ടികൾക്കുള്ളത്. അത് കാരണം ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ജനറ്റിക് എൻഡോമെന്റ് വഴി മാത്രം കിട്ടുന്ന ഒരു കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഒരു 50% നേച്ചർ, അതായത് ജനറ്റിക് എൻഡോമെന്റും ഒരു 50% എൻവയോൺമെന്റൽ എൻഡോമെന്റും എന്ന് പറയുന്നതാണ് ഒരാളെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യുന്ന രീതിയിൽ പോലും ഈ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളെ കുട്ടികളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പാടില്ലാത്ത അവരുടെ അത്യാഗ്രഹങ്ങളെയും ഡിലീനേറ്റ് ചെയ്യാൻ നമുക്കും ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾക്കും അത് തിരിച്ചറിയുന്നില്ല. എന്താണ് വളരെ അനിവാര്യമായിട്ട് ഇപ്പൊ ഞാൻ സാധിച്ചെടുക്കേണ്ടത്, അതേപോലെ എന്താണ് എന്റെ ആഗ്രഹങ്ങൾ, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സാധിക്കേണ്ട ഒന്നല്ല. അത് ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ എന്റെ അർഹത കൊണ്ട് നേടിയെടുക്കേണ്ടതാണെന്നും അല്ലെങ്കിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് എന്ന് പറയുന്ന ഒരു ലേണിംഗ് നമ്മളുടെ സ്റ്റൈൽ ഓഫ് ബിഹേവിയറൽ ഡിസിപ്ലിനിങ്ങിലും ഇല്ല. നമ്മുടെ ഡിസിപ്ലിനിങ് ഒക്കെ തന്നെയാണ് കുട്ടികൾക്ക് മെന്റൽ സെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിങ്ങനെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരു ഫാക്ടർ അല്ല മെന്റൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡിമാൻഡ്സ് അവര് ശരി എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ശരിയിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്നു എന്നുള്ളതാണ്. എന്റെ ഫ്രണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ആക്റ്റീവ്ലി വർക്കിംഗ് വെൽ നോൺ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റഹീമുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹം തൃശ്ശൂര് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ എന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് അദ്ദേഹം ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ന്യൂ നോർമൽ എന്ന് പറഞ്ഞിട്ട്, അതായത് നോർമൽസിക്ക് പോലും ഒരു ന്യൂ എന്ന് പറയുന്ന ടേം നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. നമ്മൾ നോർമൽ എന്ന് കരുതുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നോർമൽ തന്നെയാണോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഈ ഗാഡ്ജറ്റ് യൂസ്, മൊബൈൽ യൂസ്. അപ്പൊ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് അത് തെറ്റാണോ അല്ലെങ്കിൽ ഇത്രയും അവേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലേക്കും ഡിസിപ്ലിനിങ്ങിലേക്കും നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇതില് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറയും ഈ ഒരു ഇവല്യൂഷണറി പ്രോസസ്സിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തലമുറയല്ല. നമ്മളും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വരുമ്പോ പരസ്പരം നമ്മൾ പരമാവധി കെയർ ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിനും വേണ്ടത്ര സ്പേസ് അവരുടെ ഇമോഷൻസും നീഡ്സും എക്സ്പ്രസ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അത് നമ്മൾ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം. പക്ഷെ ആ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഏതാണ് നീഡ്, ഏതാണ് അൺവാണ്ടഡ് തിങ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ഡിസിപ്ലിനിങ് സ്റ്റൈലിൽ നിന്ന് പലപ്പോഴും മിസ്സാവുന്നുണ്ടാവും. പിന്നെ നമ്മളും
റോൾ മോഡലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റോൾ മോഡൽസ് എന്നുള്ള നിലയിൽ നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്നും കൂടി അനലൈസ് ചെയ്യുമ്പോൾ ഈ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഞാനത് മിലു മാമിനോടൊക്കെ ഷെയർ ചെയ്തതാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഐ എം വൺ ഓഫ് ദി സ്പീക്കേഴ്സ് എന്നുള്ളത് എന്റെ മക്കൾക്ക് അറിയാം. താഴെയുള്ള ആള് ചെറിയ ആളാണ്, മുതിർന്ന ആള് +1-നാണ്. അപ്പോ ഇത് പറഞ്ഞപ്പോ ഇവരെപ്പോഴോ മോനും മോളും കൂടിയിട്ട് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഇന്നലെ എനിക്ക് കാണിച്ചു. അപ്പോ എന്റെ വീഡിയോയില് ഞാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇത് ആവശ്യമില്ലാത്ത ഒരു ചീത്ത പറച്ചിലാണെന്നാണ്. അപ്പൊ എന്നോട് വളരെ ഹ്യൂമറസ് ആയിട്ട് അവൾ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യൂ, ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ, എന്നിട്ട് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യൂ വെദർ ഇറ്റ് ഈസ് എൻ അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആങ്കർ ഇഷ്യൂസ് ആണോ എന്നുള്ളതൊക്കെ. അപ്പോ അത് ഞാൻ ക്ലാരിഫൈ ചെയ്തു. ഞാൻ അതൊരു ശാസനയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഇറിറ്റബിലിറ്റി, ആങ്കർ ഇഷ്യൂസ്, അഗ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു നൂലിഴ വെച്ച് നമ്മൾ ബാരിയർ വെച്ച് ഷിഫ്റ്റ് ചെയ്തു പോകുന്നതാണ്. അത് ഒരിക്കലും നമ്മൾ അറിയില്ല അത് ഏത് എക്സ്ട്രീമിലേക്ക് പോകുന്നു എന്നുള്ളതിന് നമുക്ക് സ്വന്തമായിട്ടൊരു വാർണിംഗ് സിഗ്നൽ കിട്ടണം എന്നില്ല. അപ്പൊ മറ്റൊരാൾ ഒബ്ജക്റ്റീവ്ലി പറയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു നോർമൽ ആങ്കറിൽ നിന്ന് വിട്ടുപോകുന്നു അല്ലെങ്കിൽ നോർമൽ ഇറിറ്റബിലിറ്റി വിട്ടുപോകുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാവാം. അപ്പൊ പലപ്പോഴും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മോഡൽസ് അവരോടാവണമെന്നില്ല, ചിലപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഇടയിലായിരിക്കും, നമ്മളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന അഗ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഡോക്ടർ സീമ പറയുന്ന പോലെ അതൊരു ബ്രോഡ് അംബ്രല്ല ടേം ആണ്, അതിന് എക്സ്ട്രീമിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ആങ്കർ ഇഷ്യൂസ് പലപ്പോഴും അൺറീസണബിൾ ആയിട്ട് മക്കളും ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്തൊരു തലമുറയും ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അവരുടെ മെന്റൽ സെറ്റ് മാറ്റുന്നില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ നോർമൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റാഷണലൈസ് ചെയ്ത് പറയാം. കാരണം അത് വർക്കിംഗ് ആണ്, മൾട്ടി ടാസ്കിംഗ് ആണ്, പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും ഔട്ട് ഓഫ് ദി കൺട്രോൾ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് റാഷണലൈസ് ചെയ്യാം. അതേപോലെ അവർക്കും ചെയ്യാം. അവരുടെ അക്കാഡമിക് കാര്യങ്ങളൊക്കെ ഭയങ്കര ടാക്റ്റിക് ആണ്. അതെ അതെ. അപ്പൊ അവർക്കും പറയാം, നിങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലല്ല ഞങ്ങൾ ജീവിക്കണേ, നിങ്ങൾ പഠിച്ച പോലെ എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ടൈം സ്പെസിഫയേഴ്സ് അങ്ങനത്തെ ചില കാര്യങ്ങൾ വെച്ച് അവരും ഭയങ്കര സ്ട്രെസ്സിലാണ്. അതുകൊണ്ട് അവർക്കും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാം. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും ബിഹേവിയറൽ ഡിസിപ്ലിനിങ്ങിന്റെ സ്റ്റൈലും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന റോൾ മോഡലും വെച്ച് അഗ്രഷന്റെ സാധ്യത ഒരുപാട് കൂടിയിരിക്കുന്നു. അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത സ്പീക്കറിലേക്ക് പോവാം. അപ്പൊ നിജി പറഞ്ഞ കുറെ പോയിന്റുകൾ വളരെ റെലവെന്റ് ആണ്. കാരണം ഇത് കുറച്ച് ക്രൈസിസ് ഉണ്ടാക്കുന്നതാണ്. കാരണം പാരന്റ്സിന്റെ ചോദ്യങ്ങളും അതൊക്കെ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. റിയാലിറ്റിയാണിത്, നമുക്ക് മാറിയ സാഹചര്യങ്ങൾ എന്നുള്ളത് റിയാലിറ്റിയാണ്. ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. എനിക്കിനി ഞാൻ ഡോക്ടർ ദീപയിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു മാരകമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളാണ്. നമുക്ക് എന്തുകൊണ്ടും അറിയാം, നമ്മൾ എന്നും ഇപ്പം ന്യൂസ് കേൾക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴും കുട്ടികളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ കൂടുതൽ മുൻതൂക്കം നിൽക്കുന്നത് ലഹരിയുടെ ഉപയോഗം എന്നുള്ളതാണ്. അപ്പൊ ഈ ലഹരിയുടെ ഉപയോഗം അഗ്രഷനും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഭവങ്ങളും അത് നമ്മൾ എത്രമാത്രം കരുതലോടെ കാണണം എന്നാണ് ഡോക്ടർ ദീപ പറയുന്നത്. മാം, ഇതിപ്പോ ബേസിക്കലി നമുക്കറിയാം ലഹരിയുടെ ഉപയോഗം ഇപ്പോഴത്തെ കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഡിസാർട്ടനിങ് ഫിഗേഴ്സ് ആണ്. ആൽക്കഹോൾ ഇത് മാത്രമല്ല, എവറി ഡേ ആൽക്കഹോളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നാഷണൽ ആവറേജിനേക്കാളും ക്രോസ് ചെയ്തിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഓണം വിഷു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യം ഒഴുകുന്നത് കേരളത്തിലാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പൊ യങ്ങർ ജനറേഷനെ കൂടുതൽ ബാധിച്ചു വരുന്നത് ആൽക്കഹോളിനേക്കാളും അതർ ഡ്രഗ്സ് ഒക്കെ. ഇപ്പൊ ഈ അതർ ഡ്രഗ്സ് ഓഫ് അബ്യൂസിന് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് പലതും പണ്ടൊക്കെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഗ്സ് മേടിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയായിരുന്നു. ദാറ്റ് വാസ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഡ്രഗ് പെഡ്ലേഴ്സ്, കുട്ടികൾ, അതായത് സ്കൂൾ കുട്ടികളും അഡോളസൻസ് ആണ് ഡ്രഗ് പെഡ്ലേഴ്സ് ആയിട്ട് പലപ്പോഴും ഭവിക്കുന്നത്. അപ്പൊ എനിക്ക് തന്നെ അറിയാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു ക്ലയന്റിൽ അല്ലെങ്കിൽ പേഷ്യന്റ് പോപ്പുലേഷൻ നോക്കുകയാണെന്ന് വെച്ചാല് ആ വാടാനപ്പള്ളി, കാഞ്ഞാണി, ആ കൊടുങ്ങല്ലൂർ, ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, ആ ഒരു കോസ്റ്റൽ ബെൽറ്റിലേക്ക് പോകും തോറും അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ബേസിക്കലി കുട്ടികളെ പലരെയും ട്രാക്ക് ചെയ്ത് എന്തെങ്കിലും ചെറിയ ചെറിയ നീഡ്സും പ്രശ്നമുള്ള കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യും, അവർക്ക് പതുക്കെ ഡ്രഗ്സ് കൊടുക്കും, പിന്നെ അവരെ അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റും.
അപ്പൊ അതുകൊണ്ട് തന്നെ മണി ഒരിക്കലും ആവശ്യം വരുന്നില്ല. അപ്പൊ വീട്ടിൽ നിന്ന് പൈസ ഒന്നും പോകുന്നുമില്ല, കുട്ടികൾ പൈസ എടുക്കുന്നുമില്ല. പേരൻസ് ആർ ടോട്ടലി കോട്ട് ആണ് അവയർ. പിന്നെ ഇപ്പൊ ഡ്രഗ്സ് ഓഫ് അബ്യൂസ് എന്ന് പറയുമ്പോൾ കെനാബിസ്, അതായത് നമ്മുടെ ടെട്രാ ഹൈഡ്രോ കെനാബിനോൾ എന്ന് പറയുന്ന ഈ കഞ്ചാവ് അല്ലെങ്കിൽ മരിജുവാന എന്ന് വിളിക്കുന്ന ഈ സബ്സ്റ്റൻസ് ഓഫ് അബ്യൂസ് പ്രത്യേകിച്ച് പുറമേക്ക് ലക്ഷണങ്ങളൊന്നും പലർക്കും കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. അതായത് വളരെയധികം നാൾ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഡിലേഡ് റിയാക്ഷൻ ടൈം, അതായത് പ്രൊഫഷണൽസിന് നോക്കുമ്പോൾ മനസ്സിലാവും, വീട്ടുകാർക്ക് അത് ഒരിക്കലും മനസ്സിലാവാനും പോകുന്നില്ല. ഡിലേഡ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ലാഗിലാണ് അവർ തിരിച്ച് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അവർക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവുന്നില്ല. പലരും ഡിപ്രഷൻ അല്ലെങ്കിൽ അക്രമവാസന, അഗ്രഷൻ, അല്ലെങ്കിൽ ഹലൂസിനേഷൻസോ സംശയങ്ങളോ സൈക്കോസിസോ അങ്ങനത്തെ മാനസികാവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺലി അവർക്ക് ഒരു അക്കാഡമിക് ബാക്ക്വേർഡ്നെസ് ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളത്. അപ്പൊ പേരൻസിന് പ്രത്യേകിച്ച് സ്മോക്കിംഗ് ഉണ്ടോ എന്നൊരു സംശയം ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അത് പ്രോബബ്ലി ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഓഫ് അബ്യൂസ് ആണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പൊ കുറെ അവയർനെസ് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇത് വളരെ റെലവെന്റ് ആണ്. ഇപ്പോ റാദർ വൺ ഓഫ് ദി മോസ്റ്റ് റെലവെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഗ്രഷൻ രണ്ട് തരമുണ്ട്. ഇൻ മൈ ഒപ്പീനിയൻ നമ്മളിപ്പോ കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആംഗർ ഇഷ്യൂസ് അല്ലെങ്കിൽ മൈൽഡ് അഗ്രഷനെ പറ്റിയാണ്. മോഡറേറ്റ് സിവിയർ ആവുമ്പോൾ അത് പാത്തലോജിക്കൽ ആവും. അപ്പൊ പാത്തലോജിക്കൽ അഗ്രഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ ഡയർ കോൺസിക്വൻസസ് ആണ് പലപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ ഈ പാത്തലോജിക്കൽ അഗ്രഷനിൽ പെടുന്നതാണ് ഈ സബ്സ്റ്റൻസ്. അതൊരു എന്താ പറയാ, ഒരാളെ അച്ഛനെയും അമ്മയും വരെ കൊല്ലാൻ, കത്തിയെടുത്ത് കുത്താൻ പോലും മടിക്കാത്ത രീതിയിലുള്ള, ഇതൊന്നും നമുക്കൊരു നോർമൽ സൊസൈറ്റിയിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതോ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിലുള്ള അഗ്രഷനിലേക്കാണ് പോകുന്നത്. ദിസ് കംസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ദ ലോ. അതുകൊണ്ട് തന്നെ ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽസും അതായത് ഇപ്പൊ എക്സൈസ് ഓഫീസേഴ്സും ഒക്കെ ഇൻവോൾവ് ആയിട്ട് ഇതിനെതിരെ ക്യാമ്പയിനിങ് നടത്തുന്നതിന്റെ പ്രധാന കാരണം അത് സോഷ്യൽ ഈവിൾ എന്നുള്ളത് ചെറിയ രീതിയിലല്ല. വീട്ടിലിപ്പോ ഒരു സാധനം വലിച്ചെറിയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നതിൽ അത് ഒതുങ്ങുന്നില്ല. ഇത് പ്രൊക്യൂർ ചെയ്യാനായിട്ടോ അത് ഇത് കിട്ടിയില്ലെങ്കിൽ ഈവൻ കത്തി എടുത്തിട്ട് പേരൻസിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ബിഹേവിയർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ പല മേർഡേഴ്സും പല കൊലപാതകങ്ങളും പല വയലന്റ് ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഡൊമസ്റ്റിക് അബ്യൂസ് വാട്ടെവർ, എന്ത് അബ്യൂസ്, സെക്ഷുവൽ അബ്യൂസ് ആയാലും എന്തും ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് ഇപ്പൊ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് പാത്തലോജിക്കൽ അഗ്രഷന്റെ കാറ്റഗറിയിലാണ് സബ്സ്റ്റൻസ് ഓഫ് അബ്യൂസിനെ നമ്മൾ പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇത് കണ്ടുപിടിക്കാനായിട്ട് പലപ്പോഴും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ ട്രീറ്റ്മെന്റിന് വരാൻ റെഡിയാവും. അപ്പൊ പേരൻസിന് സംശയം ഉണ്ടാവും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പിയർ ഗ്രൂപ്പ് എന്ന് പറയില്ലേ, പലപ്പോഴും കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് പോലെ തന്നെ അവരെ കുറച്ചുകൂടി സെൻസിറ്റൈസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈവൻ ഡ്രഗ് യൂസ് ബിഹേവിയേഴ്സിന് മാത്രമല്ല അവരുടെ പെരുമാറ്റങ്ങൾ മാറുന്നത് പോലും നോട്ടീസ് ചെയ്തിട്ട് ഈവൻ സ്കൂൾ കൗൺസിലേഴ്സിനെയോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറോടോ റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്ത് സെൻസിറ്റൈസ് ചെയ്യാനുള്ള ഒരു ഉദ്യമം. അതിപ്പോ നമ്മുടെ സൈക്കാട്രിക് സൊസൈറ്റിയും ഐ തിങ്ക് ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഇങ്ങനത്തെ ഒരു കാര്യം ദേ ആർ ട്രൈങ് ടു ബ്രിങ് ഇറ്റ് ഇൻ ടു ദ ലൈം ലൈറ്റ്. അതായത് ട്രെയിനിങ് ചിൽഡ്രൻ ആസ് പ്യുവർ ലീഡേഴ്സ് ടു ഐഡന്റിഫൈ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പൊ മാനസിക പ്രശ്നങ്ങൾ കൂടി ഐഡന്റിഫൈ ചെയ്യാൻ, ഡ്രഗ് യൂസ് ചെയ്യണു എന്നുള്ളത് മാത്രമല്ല ജനറലി എല്ലാ മാനസിക പ്രശ്നങ്ങളും ഒരു കുട്ടി, അതായത് ഈ കുട്ടിയുടെ ബിഹേവിയറിൽ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ, അവൻ പഴയ പോലെ അല്ലല്ലോ, ദർ ഇസ് എ ചേഞ്ച്. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചില പ്യുവർ ലീഡേഴ്സിനെ ഓരോ ക്ലാസ്സിലും ഐഡന്റിഫൈ ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടി ഇപ്പോ പലരും ആലോചിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ വൺ ഇമ്പോർട്ടന്റ് തിങ് ഇസ് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുമ്പോൾ ചെറിയൊരു യൂറിൻ സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പൊ നാച്ചുറലി ഇപ്പൊ ഞാൻ ചിലപ്പോൾ ചെയ്യാറ്, നമ്മൾ നോർമലി ചൈൽഡ് നമ്മുടെ അടുത്ത് അഡോൾസെന്റ് ആരായാലും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് എഴുതുമല്ലോ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എഴുതും. അതിന്റെ സൈഡിൽ കൂടെ യൂറിൻ ഇൻവെസ്റ്റിഗേഷൻസും കൂടി എഴുതും ഞാൻ. അങ്ങനെ എഴുതുമ്പോൾ ചൈൽഡിനോട് ബ്ലഡ് യൂറിൻ നോക്കണമെന്നേ പറയുള്ളൂ, യൂറിൻ ഡ്രഗ് സ്ക്രീൻ ചെയ്യണം എന്നുള്ളത് കുട്ടിയോട് പറയില്ല. അപ്പൊ കുട്ടി അങ്ങനെയാണെങ്കിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യില്ല. അപ്പൊ ഈ കുട്ടി നമ്മള് ലാബിൽ എത്തുന്നതിന് മുമ്പ് വേറൊരു പ്രിസ്ക്രിപ്ഷനിൽ അവർക്ക് എന്തൊക്കെ ഡ്രഗ്സ് ആ സ്ക്രീൻ ചെയ്യേണ്ടതെന്നുള്ളത് യൂറിൻ ഡ്രഗ് സ്ക്രീൻ ടോക്സിക് സ്ക്രീൻ പാനലിൽ നമ്മൾ കൊടുക്കും. അപ്പൊ അങ്ങനെ പലപ്പോഴും നല്ല സിഗ്നിഫിക്കന്റ് ഡ്രഗ് യൂസ് ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേം യൂസോ വല്ലപ്പോഴുള്ള യൂസോ ഒന്നും അതിലും പറ്റില്ല. ഇതിനേക്കാളും പ്രശ്നം ഇപ്പൊ പാർട്ടി ഡ്രഗ്സ് ആണ്, അതായത് MDMA, അതിന്റെ അപ്പുറത്തേക്കുള്ള സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, അതായത് ഇപ്പം ജസ്റ്റ് ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിയിലോ യൂസ് ചെയ്യാവുന്ന പാർട്ടി ഡ്രഗ്സ് ലൈക്ക് MDMA, എക്സ്റ്റസി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇത്തരം ഡ്രഗ്സിന് ഒരു പെർട്ടിക്കുലർ എന്താ പറയുക കാലയളവിന്റെ ഉപയോഗമൊന്നും ആവശ്യമില്ല. അതായത് ഇപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആള് ചിലപ്പോൾ ഉപയോഗിച്ചതിന് 1 മണിക്കൂർ ശേഷം ഒരാളെ കുത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്രഗ്സിന്റെയും കൂടി റാംപേജ് വന്നത് കേരളത്തിൽ ഇപ്പോൾ വളരെ കൂടുതൽ തന്നെയാണ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ അല്ലാതെ ഇതില് നമുക്ക്
പബ്ലിക് അവയർനെസ് കൂട്ടുക, ഏർലി ഐഡന്റിഫിക്കേഷൻ, ഇത് രണ്ടും തന്നെയാണ് ഇത് തടയുന്നതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പാരന്റ്സ് ഒരു വലിയ റോൾ എടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ മക്കൾ അതൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് പലപ്പോഴും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തോന്നിയിട്ട്, എൻ്റെ മക്കൾ അത് ചെയ്യില്ല എന്നപോലെ ടീച്ചർമാരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല അത് എന്നൊക്കെ ഡിനൈ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ഇതൊരു കൂട്ടായ ശ്രമത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവത്തെ നേരിടാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പാരന്റ്സ്, ടീച്ചേഴ്സ്, അതുപോലെ നമുക്ക് ആ ലോക്കൽ പബ്ലിക് ഏരിയയിലുള്ള ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ ഇത് നമുക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനും പറ്റുള്ളൂ. കുട്ടികളിൽ അതുമൂലം ഉണ്ടാകുന്ന അഗ്രഷൻ, സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ഈ അഗ്രഷനിലേക്കൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒരു എന്താ പറയാ അതിനെ തടയാനും നമുക്ക് പറ്റുള്ളൂ. ഇനി അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ, സിനിമകളുടെ സ്വാധീനം, ഇത് വളരെ വളരെ പ്രാബല്യത്തിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. യൂട്യൂബ് ചാനലുകളുടെയൊക്കെ പലതും വിളിച്ചു പറയുന്നത്, അതായത് മോശമായ ഭാഷകൾ സംസാരിക്കുന്നവരൊക്കെ വലിയ ഹീറോസ് ആണെന്ന്. അതുപോലെ തന്നെ സിനിമകളിലെ മാസ് ഡയലോഗുകളൊക്കെ, അതുപോലെ മാസ് ഡയലോഗിൽ തന്നെ അഗ്രഷനുള്ള പല സിറ്റുവേഷനും ഉണ്ട്. ചില സിനിമകളിലെ എന്താ പറയാ, KLF പോലുള്ള സിനിമയിൽ വയലൻസ് 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 എന്നൊക്കെയുള്ള ഡയലോഗും പറഞ്ഞ് പിള്ളേർ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പല ഡയലോഗുകൾ, എല്ലാം എനിക്കറിയില്ല, സ്റ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ സ്വാധീനം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്വാധീനം ഈ അഗ്രഷനിലെ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം, ഇതിന് ആരൊക്കെ റെസ്പോൺസിബിൾ ആണ്? എനിക്ക് വേണമെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി പലർക്കും അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് ഡോക്ടർ സീമ ഒന്ന് സംസാരിക്കാമോ? നമ്മളിപ്പോ പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. അപ്പോൾ പോസ്റ്റ് കോവിഡ് ഇറയിലെ ഏറ്റവും പ്രധാനമായിട്ട് ക്ലിനിക്കലി കാണുന്ന ഒരു കാര്യം, സ്ക്രീൻ യൂസ് ഒത്തിരി ഉള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കോവിഡിന്റെ ഒരു 2 വർഷത്തോളം സ്കൂളിംഗ് ഒക്കെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടെ തന്നെയായിരുന്നു. അപ്പൊ അന്നൊക്കെ കുട്ടികൾക്ക് നമുക്ക് മൊബൈൽ കൊടുക്കാതിരിക്കാൻ മാർഗമില്ല, ടാബ് കൊടുക്കാതിരിക്കാൻ മാർഗമില്ല. എന്താ വെച്ചാൽ ക്ലാസ്സുകളൊക്കെ അതിനകത്താണ്, ഹോംവർക്ക് എഴുതണം, അത് സബ്മിറ്റ് ചെയ്യണം. പക്ഷെ ഈ കോവിഡ് കഴിഞ്ഞ് ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്ത് വന്നപ്പോഴും ഈ എക്സസീവ് യൂസ് കുറയ്ക്കാനായിട്ട് പല കുട്ടികൾക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ആ ഒരു ബിഹേവിയർ, അതൊരു ബിഹേവിയറൽ അഡിക്ഷൻ എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് പലപ്പോഴും, സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ള നിലയിലേക്കാണ് പലപ്പോഴും പോവുക. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കുട്ടികൾ ക്ലിനിക്കലി വരുന്നുണ്ട്. ഇനി ഇവര് മീഡിയയിൽ കാണുന്ന കണ്ടന്റുകളെ പറ്റിയിട്ട് ആർക്കെങ്കിലും അതിന്റെ പുറത്ത് കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം. എന്താ വെച്ചാല് കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് രക്ഷിതാവിന് അറിയില്ല. അപ്പോൾ എന്തും ആക്സസബിൾ ആണ് അവർക്ക്, എന്ത് തരത്തിലുള്ള വയലൻസ് ഉള്ള കണ്ടന്റ് ഉള്ള സാധനങ്ങളും കുട്ടികൾക്ക് ആക്സസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കുട്ടികളുടെ ഇടയിൽ വളരെ പ്രോമിനന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. വെബ് സീരീസിന്റെ കാര്യം എടുത്താലും, വെബ് സീരീസ് ഇപ്പൊ കുട്ടികൾ എന്താണ് കൊറിയൻ സീരീസിന്റെ ഫാൻസ് ആണ് അല്ലെ. അപ്പൊ കൊറിയയിൽ പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് എന്താണ് നിന്റെ അംബിഷൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു 13-year-old നമ്മളോട് പറയുന്നത് എനിക്ക് കൊറിയയിൽ പോകണം, അവിടെ പോയിട്ട് ജീവിക്കണം. അപ്പൊ അത്ര കണ്ട് കുട്ടികളെ ഇങ്ങനത്തെ വെബ് സീരീസുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അതുകൂടാതെയാണ് മൊബൈൽ ഗെയിംസ് ഉണ്ട് അല്ലെ. ഗെയിംസിൽ പലപ്പോഴും എന്താണ് കൂടുതലും സംഭവിക്കുക, നമ്മള് തോക്കെടുക്കുക, വെടിവെക്കുക, അവനെ വെടിവെച്ചിടുക എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ ബ്രദറിന്റെ കുട്ടി, അവനിപ്പോ +1-ലാണ്, അവൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ 2 ദിവസം വെക്കേഷന് വന്ന് നിന്നതാണ്. അപ്പോ അവന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണി വരെ അവൻ ഉറങ്ങും ഉച്ചയ്ക്ക്. അതായത് രാവിലെ എഴുന്നേക്കില്ല, ഉച്ചയ്ക്ക് 12 മണിക്ക് എണീക്കും. 12 മണിക്ക് എണീറ്റിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രി അവൻ ഉറങ്ങുന്നത് 2 മണിക്കും 3 മണിക്കും ഒക്കെയാണ്. അതാണ് അവന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ പാറ്റേണിൽ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ കൂടെ വളരുന്ന കുട്ടിയല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു തമാശ, എനിക്കറിയില്ല തമാശയാണോ സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു ഇഷ്യൂ ആണോ, ഇറ്റ്സ് എ സീരിയസ് ഇഷ്യൂ. പക്ഷെ അത് അവൻ ഈ രാത്രി 2 മണിക്കൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ടിരുന്നിട്ടാണ് ഈ മൊബൈൽ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഇരുന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് മൂപ്പര് ഇത് കാണുന്നത്. അപ്പം താഴത്തെ വീട്ടിലെ ഒരു ആള് രാത്രി എന്തോ പണി കഴിഞ്ഞിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോ വക്കിടാ വെടി, അവനെ വെടിവെച്ച് താഴ്ത്തിടുക എന്നുള്ള ഡയലോഗാണ് അയാൾ കേൾക്കുന്നത്. അപ്പൊ അയാൾ ആകെ പരിഭ്രാന്തനായി, ഇത് എന്താണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു കമാൻഡ് വരാനുള്ള കാരണം. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവൻ ഫോണില് ഗ്രൂപ്പായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിലിടയ്ക്ക് അവൻ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അതായത് അവൻ നിർദ്ദേശം കൊടുത്തതാണ് അവന്റെ ഫ്രണ്ട്സിന്, അതാണ് ഈ വഴിയിൽ താഴെ ഉണ്ടായിരുന്ന ആള് കേൾക്കുകയും പേടിക്കുകയും ചെയ്തത്. അതൊരു നിസ്സാര സംഭവമല്ല. അങ്ങനത്തെ ഗ്രൂപ്പായിട്ട് കുട്ടികൾ ചേർന്ന് കളിക്കുക, അതിനകത്തെല്ലാം വയലൻസിന്റെ ഒരു എലമെന്റ് ഉണ്ട്. എന്നാൽ ഇതിന്റെ പുറത്തൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. പാരന്റ്സിനായാലും അതോറിറ്റീസിനായാലും അതിന്റെ പുറത്തൊരു നിയന്ത്രണവും ഇല്ല. ഇനി മൂന്നാമത് വരേണ്ടതാണ് സിനിമകൾ.
സിനിമകളിൽ വയലൻസ് അല്ലെങ്കിൽ അക്രമം പണ്ട് ഉണ്ടായിരുന്നു. പണ്ട് ചെറിയ 2 ഇടികൾ. അപ്പോ അന്ന് അന്നത്തെ ഇടിയൊക്കെ ഇപ്പൊ കുറച്ചു മുമ്പ് നിജിയുമായിട്ട് ഒരു ഡിസ്കഷൻ വന്നപ്പോ നിജി പറയുന്നത് അന്നത്തെ ഇടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോമഡി കാണുന്ന പോലെയാണ്. അത് പറഞ്ഞിട്ട് ആളുകൾ ചിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുക. നമ്മളുടെ പണ്ട് കാലത്തെ പ്രേം നസീറിന്റെ കാലത്തൊക്കെ ഇടി. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ വിഷ്വൽ ഇഫക്ട്സ്, അതിന്റെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ അതിന്റെ ഓഡിയോ വളരെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ പോലും നമ്മൾ വിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലെ. ഇത് സിനിമയാണെന്ന് കരുതി നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസുകളുണ്ട്. ഓരോന്നിന്റെ ഇപ്പൊ ഒരാളെ മറ്റൊരാൾ വെടിവെക്കുന്നു എന്നുള്ളതാണ് സ്ക്രിപ്റ്റിലെങ്കിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഒരു വെട്ടുകൊണ്ടാൽ ആ വെട്ടുകൊണ്ടതിന് ശേഷം എത്ര ആഴത്തിലുള്ള മുറിവ് വന്നു, ശരീരം 2ആയിട്ട് പിളർന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ പുറത്തു വന്നു, എത്ര ബ്ലഡ് ഒഴുകി, അങ്ങനെ ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് പറയാവുന്ന ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ഉത്തരം പറയാൻ പറ്റുന്നത്. അത് ഗ്രൂപ്പിനോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. ചൈൽഡ് ഫ്രണ്ട്ലി സിനിമകൾ ഇറങ്ങാറുണ്ടോ? എല്ലാവർക്കും കൂടി സമാധാനമായിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകൾ ഇറങ്ങാറുണ്ടോ? ഒരുപക്ഷെ അടുത്ത കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ അങ്ങനെ സമാധാനം തരുന്ന ഒരു സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിന് എന്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല. അപ്പൊ അത്രമേൽ വയലൻസും എല്ലാ മേഖലകളിലും ഇപ്പം കുട്ടികൾ ഇടപെടുന്ന എല്ലാത്തിലും വയലൻസ് വരുന്നു. ഇനി ഇതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റൽ കൺട്രോൾ എനേബിൾ ചെയ്യാൻ പറ്റുന്ന പല ആപ്പുകളും ഉണ്ട്. അല്ലെങ്കിൽ പല മീഡിയയിലും നമുക്ക് പാരന്റൽ കൺട്രോൾ കൊണ്ടുവരാം. പക്ഷെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് അത് അറിയുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ പുതിയ ജനറേഷനിൽ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ സ്കിൽ അല്ലെ. അതൊരു പ്രത്യേകമായിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. എനിക്കറിയില്ല, എന്റെ കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നല്ല. ആ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കണം. അവര് ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, അവരെന്തെല്ലാം കളികളിലാണ് കളിക്കുന്നത്, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, നീ കളിക്കുന്ന ഗെയിം ഒന്ന് അമ്മയ്ക്കും അച്ഛനും ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ നമുക്കത് പറഞ്ഞു തരും. അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകാവുന്ന അനന്തരഫലങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. അല്ലാതെ എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല വേണ്ടത്. ആ ജനറേഷനെ വളർത്താനായിട്ട് നമ്മളും അപ്ഗ്രേഡഡ് ആവുക നോളജ് വൈസ് എന്നുള്ളതാണ് ഒരു സജഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ സീമ. എനിക്ക് ഇനി ചോദിക്കാനുള്ളത് ഡോക്ടർ നിജിയോടാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇത്തരം അഗ്രഷനുകളുണ്ട് അല്ലെങ്കിൽ വയലൻസ് ഉണ്ട്, അവരുടെ ബിഹേവിയറിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ വളരെ സിമ്പിളായിട്ട് എന്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കന്മാരോട്, എന്ത് തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ സാധാരണ കുട്ടികളുണ്ട്, എല്ലാം നമ്മുടെ ഓഡിയൻസ് ആണ്. ഇവരോട് നമുക്ക് സാധാരണ സജഷൻ, അതായത് സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ ബിഹേവിയർ മാനേജ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഓക്കെ മാം, ഞാൻ 3 ഏരിയാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഓൺ ഇൻക്രീസിങ് അഗ്രഷൻ പറഞ്ഞത്. ഒന്നൊരു ഫാമിലി സിസ്റ്റത്തിന്റെ ചേഞ്ച്, 2 ബിഹേവിയറൽ ഡിസിപ്ലിനിങ്ങിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ, 3 നമ്മൾ കാണിച്ചു കൊടുക്കുന്ന റോൾ മോഡൽ. അപ്പൊ ഈ 3 ഏരിയയും നമുക്ക് ഏർലി ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. മക്കൾ വളരുന്ന സാഹചര്യത്തിൽ അവരൊരു അഡോളസന്റ് സ്റ്റേജിൽ എത്തുന്നേക്കാളും മുമ്പ് തന്നെ ശ്രദ്ധിക്കാവുന്ന 3 കാര്യങ്ങളുണ്ട്. അതില് ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഇനി ഒരു പിറകോട്ട് പോക്കൊന്നും അഭികാമ്യമല്ല. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്പേസ് അവർക്ക് കൊടുക്കുന്നോ, അവരെ ലിസൺ ചെയ്യാനും അവരുടെ ഡിമാൻഡ്സ് എന്നല്ല, ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും നമ്മൾ എത്ര സ്പേസ് കൊടുക്കുന്നോ ആ സ്പേസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴേ നമ്മൾ ശരിക്കും അവരുടെ റിയൽ ഫ്രണ്ട്സ് ആവുന്നുള്ളൂ. അല്ലാതെ അവരുടെ കാര്യങ്ങളും ആഗ്രഹങ്ങളും മാത്രം പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അവിടെ നമ്മൾ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ ആയിട്ടുള്ള പാരന്റൽ റോൾ ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അനാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യവും അനാവശ്യമായ അൺറീസണബിൾ ആയിട്ടുള്ള പ്രൈവസിയും കൊടുക്കാൻ വേണ്ടിയല്ല. നമ്മൾ അവരെ ലിസൺ ചെയ്യണ പോലെ തന്നെ അവര് നമ്മളെ ലിസൺ ചെയ്യണം. അവരുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ലിവിങ് കണ്ടീഷൻസും ബുദ്ധിമുട്ടുകളും അസറ്റ്സും എല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ പാരന്റ്സിനോട് പൊതുവെ പറയാറുള്ളതാണ്, നിങ്ങൾ എല്ലാം ത്യജിച്ച് മക്കളെ ഒരു വേദന പോലും അറിയിക്കാതെ എല്ലാം നടത്തി കൊടുക്കുന്ന പാരന്റ് ഗുഡിനേക്കാൾ നല്ലത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ച് അവരുടെ
ചില ആഗ്രഹങ്ങൾക്ക് പരിമിതി ഇടാൻ അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷമ അല്ലെങ്കിൽ പലതിനും പ്രോബ്ലംസ് ആയി കാണാതെ ഇത് എനിക്ക് പൊരുത്തപ്പെടാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്തെടുക്കാം ഈ ഡിസിപ്ലിനിങ്ങിന്റെ ഫേസിൽ. ഇനി ആ ഒരു സെക്കൻഡ് ഫോക്കസ് ഞാൻ പറഞ്ഞത് ഡിസിപ്ലിനിങ്ങിൽ ആ ഒരു സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റം. അപ്പൊ അതിൽ നമുക്ക് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള നിലയിൽ പരിഗണിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമുക്കറിയാം പാരന്റ്സ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ആൻ ആവറേജ് പോപ്പുലേഷൻ, ഇതില് ഒന്നും പെടാത്ത എക്സ്ട്രീമിൽ പോകുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാവും, അതല്ല ഞാൻ പറയുന്നത്. അതായത് കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുന്നവരും ഉപദ്രവിക്കുന്നവരും അബ്യൂസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് നമ്മളുടെ ഇടയിൽ. അതൊന്നും ഞാൻ അഡ്രസ് ചെയ്യുന്നില്ല. ഒരു ശരാശരി പാരന്റ്ഹുഡിനെ നോക്കുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ത്യജിച്ചു, അത് ത്യജിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നത് ത്യജിച്ച് എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു കൊടുക്കാം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരുടെ അടുത്ത്. അവരൊന്നും വിഷമങ്ങളൊന്നും അറിയിക്കരുതെന്നോ നമ്മളുടെ ഒരു ബുദ്ധിമുട്ടുകളും അറിയിക്കരുതെന്നോ ഒരു മാനദണ്ഡം വെക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതെന്നല്ല, ആഗ്രഹങ്ങൾ അവർ അർഹിക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ അവരുടെ അച്ചീവ്മെന്റിനും അവരുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു റിവാർഡായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് നേടിയെടുക്കാനുള്ള അധ്വാനത്തിനും ക്ഷമയ്ക്കും അവരൊരു വാല്യൂ കൊടുക്കും. അപ്പൊ നമ്മള് ഒരു കുട്ടി ചോദിക്കുന്ന കാര്യം അത് അനിവാര്യമായിട്ടുള്ളതല്ല, അത്യാവശ്യമായിട്ടുള്ളതല്ല, ഒരു ആഗ്രഹമാണ്, ബട്ട് വി ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോ അവൾക്കോ ഒരു ടാർഗറ്റ് കൊടുക്കാം. ഇന്നൊരു കാര്യം മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇത്ര സമയത്തിനുള്ളിൽ. അപ്പൊ ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒപ്പം ഇത്രയും നാള് ക്ഷമിച്ചിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ക്ഷമാശീലം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ ഡിസൈറബിൾ ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാം. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആഗ്രഹം നേടുന്നത് അവരെ അർഹിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു സെൽഫ് എസ്റ്റീം ഡെവലപ്മെന്റ് കോമ്പോണന്റ് കൂടി അതിൽ വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചോദിക്കുന്ന കാര്യം അവർ അർഹിക്കുന്നതും അല്ല, നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയതുമല്ല, ഡിസൈറബിളും അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു ഡിലേയും ഇല്ലാതെ നോ എന്ന് പറയാൻ, അതായത് വി ആർ നോട്ട് ഗോയിങ് ടു മീറ്റ് ദി ഡിമാൻഡ് എന്നുള്ളത് പറയാൻ മടിക്കരുത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടികൾ കാണിക്കുന്ന അഗ്രഷനെ പേടിച്ച് നമ്മള് പലപ്പോഴും ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം, നമ്മുടെ ഒപിയിൽ വരുന്ന പാരന്റ്സ് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പോലും പറയുന്ന ഒരു കാര്യമാണ്, അവൻ എന്തെങ്കിലും വാശി പിടിച്ചു കഴിഞ്ഞാൽ മേഡം അത് ചെയ്തു കൊടുക്കാതെ നിവർത്തിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കില്ല എന്താണ് ആ നിവൃത്തികേട്? ബഹളം വെക്കുന്നു, അയൽപ്പക്കക്കാരറിയുന്നു, എല്ലാവരും ചോദിക്കുന്നു, നാണക്കേടാവും, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ പറയും. അങ്ങനെയൊക്കെ മറ്റുള്ളവർ കേൾക്കുന്ന ആ ഒരു മോശക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ചെയ്തു കൊടുക്കാം. അപ്പോഴവരെന്താ പഠിക്കുന്ന ലെസൺ എന്താ? അഗ്രഷൻ വഴി അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ വഴി, ആങ്കർ എക്സ്പ്രഷൻ വഴി എനിക്ക് ഈ കാര്യം നേടിയെടുക്കുക എന്നുള്ളതാ. പിന്നെ അവർ ലൈഫ് ലോങ് അത് ചെയ്യും. നേരെ മറിച്ച് താൽക്കാലികമായിട്ടുണ്ടാവുന്ന ആ നാണക്കേട് നമ്മൾ സഹിക്കുക. അതായത് ഇപ്പോ ഒരു 5 6 അല്ലെങ്കിൽ വേണ്ട 10 വയസ്സിനുള്ള ഒരു കുട്ടി വാശി പിടിച്ച് പാരന്റ്സിനെ നാണം കെടുത്തി ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ലൈഫ് ലോങ് നമുക്ക് ആ നാണക്കേട് മറച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ വളരുന്നുള്ളത് ഉറപ്പാണ്. അതിലും നല്ലതല്ലേ കുറച്ച് കാലഘട്ടത്തോളം നമ്മൾ അയൽപ്പക്കക്കാര് കുറച്ച് മോശം പറഞ്ഞാലും നല്ലൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞ് നല്ലൊരു ഡിസൈറബിൾ ആയിട്ടുള്ള പൊസിഷനിൽ എത്തിയാൽ അത് അംഗീകരിക്കാനും നമ്മുടെ സമൂഹത്തിന് മടിയില്ല. അപ്പൊ പഴങ്കഥകളൊക്കെ മറക്കും. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചറിനെ ടാർഗറ്റ് ചെയ്ത് അത്യാഗ്രഹങ്ങളാണെങ്കിൽ അത് നോ എന്ന് പറയാൻ സ്പോട്ടിൽ പറയാൻ പഠിക്കണം. പക്ഷെ അത് ഒരാള് അച്ഛൻ നോന്നും അമ്മ യെസ് എന്നും പറയരുതെന്ന് മാത്രം. പറ്റുമെങ്കിൽ, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, എങ്കിലും ചിലപ്പോൾ ഒരു 4 പേരുള്ളൂ എങ്കിൽ 4 അഭിപ്രായം വരരുത്. അച്ഛനും അമ്മയും വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം അച്ഛനും അമ്മാമ്മയും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ കുട്ടികളുടെ കാര്യത്തിൽ ഡിസിപ്ലിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൺസെൻസസ് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഒരു നോന്ന് പറയുകയും വളരെ ചെറുപ്പത്തിലെ കാണിക്കുന്ന മാനേജബിൾ ആയിട്ടുള്ള അഗ്രഷനെ പേടിക്കാതെ നെഗ്ലക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള നിലയിൽ പരിഹാരം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മോണിറ്റർ മാനേജ്മെന്റ്, അതായത് റോൾ മോഡലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ അഗ്രഷൻ നമ്മൾ അഡ്രസ് ചെയ്യുകയും, ഞാൻ എന്റെ മകളുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഞങ്ങൾ അനലൈസ് ചെയ്തു, ഇത് അഗ്രഷൻ ആണോ, അമ്മ പറഞ്ഞ കാര്യം അഗ്രഷൻ ആണോ, അതോ അതിൽ എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള കാര്യം ഉണ്ടോ, ഞാനത് എക്സ്പ്രസ് ചെയ്ത രീതിയിൽ എവിടെയാണ് ഒരു മോശപ്പെട്ട അനുഭവം എന്താണ് മോൾക്ക് ഫീൽ ചെയ്തത്. അപ്പോ എന്റെ ഒരു
എക്സ്പ്രഷൻ, ഇമോഷണൽ എക്സ്പ്രഷൻ, അത് ആങ്കർ എക്സ്പ്രഷൻ ആണെങ്കിൽ പോലും അത് എത്രത്തോളം മറ്റൊരാൾക്ക്, എന്റെ മകൾക്ക് അത് റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന പോലെ തന്നെ അവളുടെ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ എനിക്ക് എത്രത്തോളം ഇൻകൺവീനിയന്റ് ആണ്, ഞാൻ ഏത് അർത്ഥത്തിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഞാൻ എത്ര വിഷമിച്ചു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഡിസ്കസ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ തെറ്റുകൾ അക്നോളേജ് ചെയ്യാനും അത് അംഗീകരിക്കാനും ആൻഡ് വി ആർ റെഡി ടു ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു കറക്റ്റ് മൈസെൽഫ് എന്നുള്ള നിലയിൽ പറയാനുള്ള ഒരു റെഡിനെസ് ഉണ്ടാവുക. ആ പറയുന്ന ഇഫേർട്ട്, അതായത് എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാനത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് കാണുമ്പോൾ അവർക്ക് അതൊരു മോട്ടിവേഷനാണ്. അതാണ് നമുക്ക് റോൾ മോഡലിംഗിൽ കൂടെ കാണിച്ചു കൊടുക്കാനുള്ള കാര്യം. അപ്പോ നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സംയമനം ഉണ്ടാവുക, കുട്ടികൾ ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതികൾ കണ്ടുപിടിക്കുക, സംയമനത്തോടെ പെരുമാറുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള ബിഹേവിയറൽ ട്രെയിനിങ് എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഇനിയിപ്പോ ഈ റെമഡീസ് നമുക്കിപ്പോ ഓൾറെഡി അഗ്രഷൻ ഒക്കെ ഇവോൾവ് ചെയ്തു. അപ്പൊ ഞാൻ ഈ ഏർലി ഇന്റർവെൻഷൻ മാത്രം പറഞ്ഞതുകൊണ്ട് എന്റെ ഈ ഒരു ടോപ്പിക് പൂർത്തിയാവില്ല. ഇപ്പോ ഓൾറെഡി അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ്, സിവിയർ ആങ്കർ ഇഷ്യൂസ് ഉള്ള ആളുകളെ മാനേജ് ചെയ്യേണ്ട ആവശ്യകതയുള്ള ആളുകൾ ചിലപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവാം. അപ്പൊ അതില് സൈക്കോപാത്തോളജിക്കൽ അഗ്രഷനെ സംബന്ധിച്ച് ഡോക്ടർ ദീപക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക, മാനേജബിൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് എടുത്തേ പറ്റുള്ളൂ. ഇനി അതല്ല മാനേജബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മുടെ ഓഡിയൻസിന് ഞാൻ ഷെയർ ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു റോൾ മോഡലിംഗ് വഴി നിങ്ങളുടെ അടുത്ത ജനറേഷനിലേക്ക് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കാം, അവരെ ഹെൽപ്പ് ചെയ്യാം ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ ഒരു റെമഡി ഞാൻ ഒരു 3 ലെവലിൽ ചുരുക്കി പറയാണ്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദേഷ്യം വരുമ്പോഴേ നമ്മുടെ ബോഡിയാണ് ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ബയോ സൈക്കോ സോഷ്യൽ മോഡലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു സ്പീക്കർ ദീപ മാഡം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ഈ ബ്രെയിനിന്റെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫങ്ഷനിങ്ങിന്റെ ഇൻഫ്ലുവൻസും അഗ്രഷനും എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആങ്കർ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ബയോളജിക്കൽ സൈഡാണ്. അതാണ് ബോഡി തന്നെയാണ് നമ്മുടെ ആങ്കർ ഇഷ്യൂസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെ, ദേഷ്യം വരുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പ് ഒന്ന് കൂടുന്നു എന്ന് പറയുന്നതും തലയ്ക്കൊരു തരിപ്പ് വരുന്നു എന്ന് പറയുന്നതും അപ്പോ ശരീരം ഒന്ന് വിറയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രെയിനിന്റെ ഒരു ഫങ്ഷണൽ ഔട്ട്കമ്മിനാണ് നമ്മൾ ഈ മനസ്സ് എന്ന് പറയുന്നത് പോലും. എനിക്ക് ദേഷ്യം വരുന്നു, എന്റെ മനസ്സിന് നിരാശയാണ്, എന്റെ മനസ്സിൽ ദേഷ്യമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി തന്നെയാണ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു എക്സ്പ്രഷനെ ഓപ്റ്റിമൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന്, ഇതെല്ലാ സിറ്റുവേഷനിലും പോസിബിൾ അല്ല കേട്ടോ, ഞാൻ ടിപ്സ് എന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞുതരികയാണ്. ആ ഒരു ആങ്കർ എക്സ്പ്രഷന്റെ സെൻസ്, അതായത് ഇഫ് യു സെൻസ് ദാറ്റ് യു ആർ ലൂസിങ് യുവർ കൺട്രോൾ, ബെറ്റർ ടേക്ക് എ ബ്രേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസസിനും ലാക്ക് ഓഫ് കൺട്രോളിനൊക്കെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ടൈമാണ്. നമ്മൾ പറയില്ലേ പല കാര്യങ്ങൾക്കും ദുഃഖങ്ങൾ മാറ്റാൻ ടൈം ഈസ് ദി ബെസ്റ്റ് ഹീലർ എന്നാണ്. പല ദുഃഖങ്ങൾക്കും പരിഹാരമില്ലാത്ത പല ദുഃഖങ്ങളും കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മാറുക ചെയ്യാം. നമ്മൾ ഏറ്റവും വലിയ ദുഃഖമായിട്ടുള്ള മരണം എന്നുള്ള വാസ്തവമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നത് സമയം എടുത്തിട്ടാണ്. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതായിട്ട് പൊരുത്തപ്പെടുന്നു വളരെ ഭംഗിയായിട്ട്. അപ്പൊ അതേപോലെ നമ്മുടെ കൺട്രോൾ വിടുന്നു എന്ന് തോന്നുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ പ്രൊവോക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കാതെ അവിടെ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ വിഡ്രോ ഫ്രം ദി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ ഇഫ് പോസിബിൾ. ഇതെല്ലാവർക്കും സാധിക്കില്ല. സെക്കൻഡ് തിങ്, നമ്മൾ അത് ഇവിടുന്ന് വിഡ്രോ ചെയ്താലും അവിടെ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ബോംബ് പിടിച്ച് നടക്കണ പോലെ നമ്മളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഔട്ട്ലെറ്റ് കൊടുക്കല. അപ്പൊ അതിനൊരു ഔട്ട്ലെറ്റ് കൊടുക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന്, സ്ട്രെന്നസ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഔട്ട്ലെറ്റ് ആവും. കാരണം ബോഡിയാണ് നമ്മുടെ ആങ്കർ ഇഷ്യൂസ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നൃത്തം ചെയ്യാം, പുഷപ്പ് ചെയ്യാം, ബോക്സിങ് ചെയ്യാം, വേറൊരാളുടെ ദേഹത്താവരുതെന്ന് മാത്രം, പ്രാക്ടീസ് എന്നുള്ള ലെവലില്. പിന്നെ അതേപോലെ ഇതൊന്നും പറ്റാത്ത ആളുകൾക്ക് ആ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു റഫ് പേപ്പർ എടുത്ത് നമ്മളുടെ ഒരു കഥാർസിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ ചീത്ത പറയാൻ തോന്നുന്നതോ മോശമായിട്ട് വിളിച്ചു പറയാൻ തോന്നുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു റഫ് പേപ്പറിൽ വളരെ റഫായിട്ട് എഴുതാം. അതൊരു ഡയറി റൈറ്റിംഗേ അല്ല. അതിൽ വേണമെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് എഴുതാം, എന്ത് വേണമെങ്കിൽ എഴുതാം. ഒരു
മിനിറ്റ് നമ്മൾ അതിന് ടൈം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ബോഡി റെസ്പോൺസസ് ഒന്ന് കൺട്രോൾ കിട്ടും. പിന്നെ നമുക്ക് അടുത്ത ഫേസിൽ ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ മെന്റലി നമ്മളൊന്ന് കൂൾ ആവാൻ വേണ്ടിയിട്ട് ഒരു ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. ഇന്നത്തെ കാലത്ത് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങും ഡീപ് ബ്രീത്തിങ്ങും ഒന്നും അറിയാത്ത ആരുമില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ അതിന് പകരമായിട്ടോ നമുക്ക് ഡിസ്ട്രാക്ഷൻ ടെക്നിക്സും യൂസ് ചെയ്യും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദുഃഖമുള്ള സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ല ദുഃഖം എന്ന് പറയുമ്പോൾ ഒരു സിൻഡ്രോമൽ ഡിപ്രഷൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് ആണ് എങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൂളാവും. കോഫി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മൂഡ് വൈസ് സെറ്റില്ല. ഇനി മ്യൂസിക്, ലിസണിങ് ടു മ്യൂസിക്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്താൽ, അപ്പൊ ഓരോരുത്തർക്കും അതിനൊരു പ്രോട്ടോകോൾ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്റെ മനസ്സിനെ സൂതം ചെയ്യുന്ന ഒരു ചോയ്സ് നിങ്ങൾക്ക് അത് ആപ്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടെത്തണം. പക്ഷെ അപ്പൊ ഇത്രയും കഴിഞ്ഞ് നമ്മൾ ആ ഒരു ആങ്കർ എക്സ്പ്രഷന്റെ പോസിബിലിറ്റിന്ന് മറികടക്കുമ്പോൾ മാത്രം നമ്മുടെ മുമ്പിലുള്ളത് പ്രോബ്ലം ആണോ എന്ന് ചിന്തിക്കുക, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇടുക. എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ സ്മൈലി ബോൾ ഉപയോഗിക്കുക, കലി എന്ന സിനിമയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതേപോലെ തണുത്ത വെള്ളം കുടിക്കുക, മുഖം കഴുകുക, ഒന്ന് ഫ്രഷ് ആവുക, ഹെയർ മസാജ് ചെയ്യുക, അങ്ങനത്തെ കുറെ വലിയൊരു തിയററ്റിക്കൽ സൈഡിലല്ല പറയണം. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങളൊക്കെ സ്വയം പഠിച്ചെടുത്ത, നമ്മളുടെ ജനറേഷൻ അതൊക്കെ സ്വയം പഠിച്ചെടുത്തു കഴിഞ്ഞു. പലരും എക്സ്പ്ലോർ ചെയ്ത് പല റെമഡീസും കണ്ടെത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ട് പറയാവുന്നത്. എനിക്ക് ഇനി തോന്നുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ കൂടുതൽ ഓക്കെ, താങ്ക് യു നിജി, താങ്ക് യു. എനിക്ക് നമ്മുടെ ടൈം കുറച്ച് എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടോപ്പിക്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരൊറ്റ സെഷനിൽ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ കിട്ടില്ല. ചാറ്റിൽ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒരു സെഷന്റെ ആവശ്യം ഇതിനുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ ചാറ്റിൽ കണ്ടുവന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ ഓഡിയൻസിന് ഒരു ചാൻസ് കൊടുക്കുകയാണ്. 2 പേർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാവുന്നതാണ്. അതിനിടയിൽ ഞാനൊന്ന് പാച്ചപ്പ് ചെയ്തോട്ടെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ബിഹേവിയറൽ ആയിട്ടുള്ള സൈഡ്, അതുപോലെ തന്നെ നമുക്ക് അത് കുറച്ചും കൂടെ സിവിയർ ആണെങ്കിൽ നമുക്കൊരു മെഡിക്കൽ സൈഡിന്റെ ആവശ്യകതയെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പം നമ്മുടെ പാനലിസ്റ്റ് എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത് ഹെക്ടർ ഗാസിയയുടെ അഡോളസെന്റ് ഇക്കിഗായി എന്നുള്ള അതിലൊരു പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങളായിരിക്കുന്നതിനുള്ള കാരണം കണ്ടെത്തും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അത് കണ്ടെത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ അഗ്രഷനും ഫ്രസ്ട്രേഷനും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യോത്തരവേളയിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ചാറ്റിൽ കണ്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പ്രൈമറി കെയർ ഗീവേഴ്സ് എന്നെ മോഡൽ ചെയ്യാനുള്ള സാധ്യതകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഈ ക്യാരക്ടർ ഫോർമേഷൻ എന്നുള്ളത് എപ്പോഴാണ് നടക്കുന്നത് കുട്ടികളിൽ? ഈ പ്രൈമറി കെയർ ഗിവറിന്റെ ഇൻഫ്ലുവൻസ് എത്രമാത്രം ഉണ്ടെന്ന് ചാറ്റിലൊരു ചോദ്യമുണ്ട്. അതിന് ഉത്തരം പറയാനായിട്ട് ഡോക്ടർ ദീപ ഒന്ന് അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കതിൽ താല്പര്യപ്പെടുന്നവർക്ക് സംസാരിക്കാം. അത് സൂചിപ്പിച്ചു, നമ്മൾ മോഡലിംഗ് എന്നുള്ള സംഭവമൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ക്യാരക്ടർ ഫോർമേഷൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണെന്ന് ചുരുക്കി പറയാമോ? മിലു മാം, അതായത് ബേസിക്കലി ഇപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റൽ സ്റ്റേജസ്, അതായത് ബിഹേവിയറിന്റെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ അഡോളസൻസ് എത്തുമ്പോഴാണല്ലോ ഓട്ടോണോമി, അതായത് ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഒരു 6 to 6 years, അതായത് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ചെറിയ രീതിയിലെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോബ്ലി ഒരു 4 years to 12 years ആ ഒരു പീരീഡിലായിരിക്കും. അപ്പൊ ആ പീരീഡിൽ ദേ ലേൺ ബൈ മോഡലിംഗ്. അവരിപ്പോ അവരുടെ ചുറ്റുമുള്ള ഇപ്പം ബിഹേവിയേഴ്സിനെയൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു സ്റ്റേറ്റ്, അതായത് നമ്മുടെ ഏർലി ഫേസ് ഓഫ് ചൈൽഡ്ഹുഡിൽ അവരുടെ പ്രൈമറി നീഡ്സ് ആയിട്ടുള്ള ഭക്ഷണം, ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി മാത്രമായിട്ട് കൂടുതൽ ബോധേഡാവുക. ഇമോഷണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ ശ്രദ്ധിക്കാൻ അവർ യൂഷ്വലി തുടങ്ങുന്ന ഒരു ഏജ് ഗ്രൂപ്പിൽ ദേ യൂഷ്വലി ലേൺ ഫ്രം ദെയർ ഇമ്മീഡിയറ്റ് കെയർ ഗിവേഴ്സ്. അതിപ്പം ഫാദർ ആവാം, മദർ ആവാം, ഗ്രാൻഡ് പേരൻസ് ആവാം. ഐ വോണ്ട് സേ എ സിംഗിൾ കെയർ ഗിവർ, മൾട്ടിപ്പിൾ ആൾക്കാരുണ്ടാവാം. കാരണം ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് ആണ്. ഇപ്പൊ ഐ സീൻ ലോട്ട്സ് ഓഫ് ചിൽഡ്രൻ കോപ്പിയിങ് ദി ബിഹേവിയേഴ്സ് ഓഫ് ദ ഗ്രാൻഡ് ഫാദേഴ്സ്. ഇപ്പൊ ഗ്രാൻഡ് ഫാദർ മദ്യപിച്ചു വന്ന് വീട്ടിൽ ഭരണം വെക്കുന്നത് കണ്ടു വളരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ് പ്രോബബ്ലി ഏർലി, അതായത് ഒരു 5 years 6 years ഇത് കണ്ടിട്ട് ദാറ്റ് ബിക്കംസ് എ ന്യൂ നോർമൽ ഫോർ ഹിം. ഇപ്പൊ നേരത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ന്യൂ നോർമലൈസേഷൻ ആ വഴിക്ക് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഒരു 12 കഴിഞ്ഞിട്ട് when they enter into their teenagers, അപ്പോഴാണല്ലോ ഓട്ടോണോമസ് തിങ്കിങ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ വേറിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ടുള്ള രീതിയിൽ
ചിന്തിച്ചിട്ട് what you say മോഡലിംഗ് ഇപ്പൊ നമുക്ക് പ്രൈമറി കെയർ ഗീവേഴ്സ് ആയിരിക്കില്ല, പിയർ ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിരിക്കും, അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് സീനിയേഴ്സ് ആയിരിക്കും. അവരുടെ ബിഹേവിയറിനെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൂവി സ്റ്റാർ ആയിരിക്കും, അവരുടെ അഗ്രഷൻ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ മൂവീസിൽ കാണുന്ന അഗ്രഷൻ ഒക്കെ റെലവൻസ് വരുന്നത് ആ സ്റ്റേജിലാണ്. അതായത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഹൻലാല് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മള് നാച്ചുറലി നമ്മളത് വല്ലാതെ എഫക്റ്റീവ് വിൽ ട്രൈ ടു കോപ്പി ഹിസ് ബിഹേവിയേഴ്സ്. അപ്പോ ഇപ്പോ ഉള്ള പല ഹീറോസും ചെയ്യുന്ന ബിഹേവിയേഴ്സിനെ കോപ്പി ചെയ്യാൻ മോഡൽസ് ആയിട്ട് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ആ ഒരു ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു തിങ്കിങ് വരുന്ന ഈ നമ്മളിപ്പം ടാർഗറ്റ് പോപ്പുലേഷൻ അഡോളസെന്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പോപ്പുലേഷനിൽ കൂടുതലും നമുക്ക് പ്രൈമറി കെയർ ഗിവർ തന്നെയാണ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. പലപ്പോഴും പ്രൈമറി കെയർ ഗിവർ അല്ല മോഡൽ. കാരണം ഇപ്പം വൺ തിങ് ഇപ്പം ഞാൻ വൺ സ്ട്രേഞ്ച് ഫാക്ട് ഐ വോണ്ട് ഷെയർ വിത്ത് യു. ഇപ്പം അഡോപ്റ്റഡ് പേരൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഉള്ള പേരൻസ് പലപ്പോഴും ഞങ്ങളുടെ മുന്നിൽ നിസ്സഹായരായിട്ട് വന്നിരിക്കാറുണ്ട്. റീസൺ ബീങ് ദാറ്റ് അവര് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ ആ ചൈൽഡിന്റെ എക്സ്പ്രഷൻ പലപ്പോഴും വളരെ അഗ്രസീവ് രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. അപ്പം ജെനറ്റിക്സ് ഇസ് എ വെരി മേജർ ഫാക്ടർ. അപ്പൊ അത് വഴി മേ ബി പ്രൈമറി കെയർ ഗിവറിന് കൂടുതൽ റോൾ ഉണ്ടാവാം. കണ്ടുപഠിക്കുകയും മോഡൽ ചെയ്യുകയോ ചെയ്യുന്നത് അഡോളസൻസിലൊന്നും പ്രൈമറി കെയർ ഗിവർ ആവണമെന്നില്ല. മൈ ഒപ്പീനിയൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗം ബ്രെയിനിലെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഒരു 20 മുതൽ 25 വയസ്സിനിടയിലൊക്കെയാണ് അത് പാകപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറിൽ ഞാൻ പലപ്പോഴും എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഫാമിലി സിസ്റ്റം ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റിനെയൊക്കെ പിന്നെയും ബാധിക്കുന്നുണ്ട്. കാരണം എല്ലാം എന്താ പറയാ ഒരു ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഈ പാരന്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 50 വയസ്സായാലും 60 വയസ്സായാലും പാരന്റിംഗ് എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കൾച്ചർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും അവസാനം നടക്കുന്നത്. അത് തന്നെയാണ് നമ്മളെ തീരുമാനങ്ങൾ എടുക്കാനും ഒരു നല്ല ഡിസിഷൻ എടുക്കാനും അതിലുറച്ചു നിൽക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ സഹായിക്കുന്ന ഭാഗവും അത് തന്നെയാണ്. അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ നിയന്ത്രിക്കുന്ന ഭാഗം. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റ് ഏറ്റവും സ്ലോ ആണ്. 25 വയസ്സൊക്കെ ആവുമ്പോഴാണ് ചിലപ്പോൾ പലപ്പോഴും അത് പരിപക്വമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ ചാറ്റിലുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ചാറ്റിലധികം ഈ ചോദ്യങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരുവിധം ആൻസർ എല്ലാം നമ്മൾ സ്പീക്കേഴ്സിന് പറയാൻ പറ്റി. എറിക് എറിക്സൺ സൈക്കോഡൈനാമിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ അഡോളസെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസിന്റെ കാലഘട്ടമാണ്. ഈ ക്രൈസിസ് അത് നോർമലാണ്. പക്ഷെ നമ്മളുടെ സാഹചര്യങ്ങൾ, പാരന്റിങ്, അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് പലപ്പോഴും കുട്ടികളെ എവിടെ എത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻ ആയിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങളുടെ ഫർദർ ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് ബൗമ സോഷ്യൽ ഇനിഷ്യേറ്റീവിന്റെ കോൺടാക്ട് പേഴ്സൺ വഴി നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ താങ്ക് യു വെരി മച്ച് ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് ദ പ്രസന്റേഷൻസ്. താങ്ക് യു ഓൾ ദ പാനലിസ്റ്റ്, ഡോക്ടർ ദീപ, സീമ ആൻഡ് നിജി, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ്. എനിക്ക് അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വളരെ തിക് ഫ്രണ്ട്സ് ആണ്. പലപ്പോഴും കേസുകളും സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫർദർ ഇനി അടുത്ത ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് BSI വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു വെരി മച്ച്.